നമുക്ക് ഈ 3 ദിവസം അന്ത്യകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, ഒരു സഭ എന്താണ്, എന്താകരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ഉൾക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. കുറച്ചാളുകൾ എങ്കിലും വീഡിയോയിലാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയും. അതല്ലെങ്കിൽ അത് എനിക്ക് വളരെ പ്രയാസമാണ്. കാരണം ഞാൻ ആളുകളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, പറ്റുന്നിടത്തോളം കർത്താവിന്റെ സഭയെ കുറിച്ച് അധികം പരാമർശങ്ങൾ സുവിശേഷത്തിലില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ളൊരു പ്രോമിസ് ആണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ പിന്നീട് സഭ എന്ന വാക്ക് അങ്ങനെ കർത്താവ് ഉപയോഗിക്കുന്നു. അതെല്ലാം ശിഷ്യന്മാരുടെ കൂട്ടമാണ് സഭ എന്ന് പ്രയോഗിക്കുന്നത്. എന്നാൽ സഭ കർത്താവിന് വളരെ പ്രധാനമാണ്. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നുള്ള പ്രോമിസ് സഭയ്ക്ക് മാത്രമേ ഉള്ളൂ, സംഘടനയ്ക്കില്ല. ബൈബിൾ കോളേജുകൾക്കില്ല, ആ പ്രോമിസ് ഇല്ല. ലോകത്ത് മനുഷ്യരുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നൊരു വാഗ്ദത്തമില്ല. സഭയ്ക്ക് മാത്രമാണ് പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നുള്ള വാക്ക്. കാരണം സഭയുടെ സിസ്റ്റം ലോകത്തിന്റെ സിസ്റ്റം അല്ലാത്തതുകൊണ്ടാണ്. ലോകത്തിന്റെ വ്യവസ്ഥ താൽക്കാലികവും ആപേക്ഷികവുമാണ്. എന്നാൽ സഭയുടെ വ്യവസ്ഥ നിത്യവും മാറ്റം വരാത്തതും അലൗകികവുമാണ്. ആത്മാവുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു മർമ്മമാണ് സഭ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതാണത്. കർത്താവാണ് ആ മറഞ്ഞിരുന്ന സഭ എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. അപ്പോസ്തലന്മാർക്കാണ് അതിന്റെ ഉപദേശങ്ങളെ നൽകിയത്. നമ്മൾ കർത്താവിന്റെ സഭയെ കാണുമ്പോൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അത് വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുമാണ്. അതിന്റെ ബാക്കിയാണിത്. അപ്പോൾ സഭ എന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന്റെ തത്വശാസ്ത്രം മനസ്സിൽ ഉള്ള ഒരാൾക്ക് കഴിയില്ല. ആ രീതിയിൽ നമ്മൾ സഭയെ കാണാനും പാടില്ല. സഭ തികച്ചും വിശുദ്ധമായതും ക്രിസ്തുവിനോട് ചേരേണ്ടതും അവൻ തലയായ ഒരു ശരീരവുമാണ്. അതിന് ലോകത്തിൽ വേറെ തലകൾ, സിസ്റ്റങ്ങൾ, വ്യവസ്ഥകൾ ഒന്നും അടിസ്ഥാനമാകാൻ പാടില്ല. അത് അടച്ചിട്ട തോട്ടം പോലെ ലോകത്തിന്റെ എല്ലാ വ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ് ഒരു സഭ? സഭയുടെ ഉദ്ദേശം എങ്ങനെയാണ് നമ്മളൊരു സഭയ്ക്കകത്ത് ആകുന്നത്? അന്ത്യകാലത്ത് സഭയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കാണേണ്ട മുന്നറിയിപ്പുകൾ എന്താണ്? ഇതാണ് കർത്താവിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം സഭ കർത്താവിന് വളരെ പ്രിയപ്പെട്ടതാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഉപമകൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ കർത്താവ് പറയുമ്പോൾ അവിടെ രണ്ട് ഉപമകൾ ഒരു ക്ലബ് ചെയ്ത് പറയുന്നുണ്ട്. ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ഉപമകൾ 13-ാം അധ്യായത്തിന്റെ 44, 45, 46 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഒരു ഉപമ. അടുത്ത ഉപമ, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നമ്മൾ ഇത് ശ്രദ്ധിച്ചാല് ഈ വാക്യം രണ്ട് പാരബിൾസ്, ഈ രണ്ട് പാരബിൾസും രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് ഒരുപോലെയുള്ള പാരബിൾസ് അല്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് ഒരുപോലെയുള്ളതാണ് നമുക്ക് തോന്നും.
പക്ഷെ ആ രണ്ടിനും ഓപ്പോസിറ്റ് അർത്ഥമാണ്, ഒരേ അർത്ഥമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ഉപമയിൽ പറയുന്നത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അപ്പൊ സ്വർഗരാജ്യം അദൃശ്യമാണ്, മറഞ്ഞിരിക്കുന്നതാണ്, വയലിനകത്തുള്ള ഒരു നിധിയാണ്. അന്വേഷിച്ച് നടക്കുന്ന ആരാണ്? ഞാനാണ്. ഞാനത് അന്വേഷിച്ചു, ഇങ്ങനെ ഒരു വയലിനകത്ത് നിധി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, സ്വർഗരാജ്യം വിലയേറിയ മറഞ്ഞിരിക്കുന്ന ഒരു മുത്തല്ല. അങ്ങനെയായിരുന്നെങ്കിൽ രണ്ട് പാരബിൾ ഒരുപോലെ ആയനെ. പക്ഷെ അവിടെ അങ്ങനെയല്ല. സ്വർഗരാജ്യം മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയോടാണ് സദൃശം. ഡിഫറൻസ് മനസ്സിലായോ? രണ്ട് പാരബിൾ ഒരുപോലെ ആകണമായിരുന്നുവെങ്കിൽ മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ കമ്പയർ ചെയ്യണമായിരുന്നു. അതായത് മറഞ്ഞിരിക്കുന്ന നിധിയാണ് ദൈവരാജ്യം എന്ന് ആദ്യം, അതിപ്പോ അന്വേഷിച്ച് നടക്കുന്നത് ദൈവരാജ്യത്തെയാണ്. രണ്ടാമത്തേതിൽ മുത്ത്, വിലയേറിയ മുത്താണ് ദൈവരാജ്യം എന്ന് പറയാൻ, അത് അന്വേഷിച്ച് നടക്കുന്നത് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. ആദ്യത്തെ പാരബിളിൽ മറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യവും രണ്ടാമത്തെ പാരബിളിൽ അന്വേഷിച്ച് നടക്കുന്നത് ദൈവരാജ്യവുമാണ്. ഇതൊരു വലിയ വ്യത്യാസമാണ്. അതെന്താണ് അത് അങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം? ഒന്ന്, ദൈവരാജ്യം വളരെ മനോഹരമാണ്, തേജസ്സുള്ളതാണ്. അത് നമ്മൾ കാണുമ്പം നമുക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം മലിനവും അനാവശ്യവും തോന്നും. അങ്ങനെ തോന്നിയിട്ടില്ല? തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കണ്ടിട്ടില്ല. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ വരുമ്പോൾ അമേരിക്കയിൽ നിന്നാ വരുന്നത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ വലിയ ബഹുമാനമായിരിക്കും ആൾക്കാർ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മിഷൻ, അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച ഒരു മിഷന്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മ. ആ ഒരു മിഷന്റെ കൺക്ലൂഷനാണ് ഈ സാറിന്റെ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ഒരു മിഷനറിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഇറാഖിലേക്ക് ചെല്ലുന്ന ഭയങ്കര വയലന്റ് ഏരിയയാണ്. എന്റെ കൂടെ ഉള്ളവരെല്ലാം അമേരിക്കൻ പാസ്പോർട്ടും കാനഡ പാസ്പോർട്ടും ഒക്കെ ഉള്ളവരാണ്. എന്റെ കയ്യിൽ വെറും ഇന്ത്യൻ പാസ്പോർട്ടേ ഉള്ളൂ. അകത്ത് പോയാൽ എതിലേ വരുമെന്ന് പോലും അറിയാൻ മേലാന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപകാരപ്പെട്ടത്. കാരണം അവിടെ ഉള്ളവർക്കെല്ലാം ഇന്ത്യക്കാരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് വേറെ കാര്യം. അപ്പം ഈ നമുക്ക് നല്ല രാജ്യത്തിന്റെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള, അധികാരമുള്ള, അവരുടെ സിറ്റിസൺസ് ലോകത്തിൽ എവിടെ ആയാലും പ്രൊട്ടക്ട് ചെയ്യാൻ അധികാരമുള്ള രാജ്യത്തിന്റെ പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ വലിയ ഗമയാണ്. ശരിക്കും അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യത്തിന്റെ ഒരു പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് എത്രയോ ഭയങ്കര വില ഉണ്ടാകേണ്ടതാണ്, ന്യായമായിട്ടും അല്ലേ? അപ്പൊ അങ്ങനെ ഒന്നും ഒരു രാജ്യം നമ്മൾ കാണുമ്പോൾ ദാറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർ എനി അതർ കൺട്രി ദ വേൾഡ്. അപ്പൊ അത് കണ്ടെത്തിയ ഒരു മനുഷ്യന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒന്നുമായിട്ട് തോന്നരുത്. അതാണ്. അപ്പൊ അതിനെല്ലാം ഉപേക്ഷിച്ച്, എന്റെ ദൈവം, ഇയാള് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞല്ല കേട്ടോ. അവിടെ അങ്ങനെ സ്വപ്നത്തിൽ പോലും ഞാൻ പറയുന്നില്ല. അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് നമുക്ക് തോന്നാം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ട സാക്ഷ്യം, കാനഡയിലെ ഒരു മകൻ പോയി, എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. ആ കുട്ടി മകൻ പോയി അവിടെ ജോലി കിട്ടി, വളരെ കഷ്ടപ്പെട്ടാണ് നല്ല ജോലി കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് ഇറാഖിലേക്ക് സുശിക്ഷയിലേക്ക് പോകണം. ഒന്നും ഒരു പിടിയില്ല. പുള്ളി സിറ്റിസൺഷിപ്പ് എല്ലാം ഉപേക്ഷിച്ച്, കിട്ടേണ്ട സാധ്യതകളെല്ലാം ഉപേക്ഷിച്ച്, ജോലി ഉപേക്ഷിച്ച് ഇറാഖിൽ ഫുൾ ടൈം മിനിസ്റ്ററിയാണ്. ഏത് സമയത്തും അവിടെ യുദ്ധം. ഈ അടുത്ത ദിവസം ഇറാന് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അവരുടെ താമസിക്കുന്ന തൊട്ടടുത്ത മിസൈൽ വന്നു വീണു. അപ്പോൾ ഇവരുടെ മിഷൻ സംഘടന പറഞ്ഞു തിരിച്ചു പോലെ, ഇപ്പം ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പുള്ളി പറഞ്ഞു ഇന്നലെ ഒരാളുടെ സ്നാനപ്പെട്ടേ ഉള്ളൂ, അയാൾ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഓടും? അതുകൊണ്ട് മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ. ദൈവരാജ്യം കണ്ട ആളാ. ദൈവരാജ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വലിയ പ്രസക്തമായിട്ട് തോന്നുന്നു. അതാണ് ആദ്യത്തെ പാരബിൾ. രണ്ടാമത്തെ പാരബിൾ എന്താണെന്നറിയാം? ദൈവരാജ്യം മുത്തന്വേഷണം. അതാണ് ഞാനത് ആലോചിച്ച്, എന്റെ ദൈവമേ എന്താണിത്? ദൈവരാജ്യം മുത്തന്വേഷണം. അപ്പൊ എന്താ ഈ മുത്ത്? ദൈവരാജ്യം എന്തായാലും മുത്തല്ല. ദൈവരാജ്യം ഒരു അന്വേഷകനാണ് രണ്ടാമത്തെ പാരബിളിൽ. അപ്പൊ പിന്നെ മുത്ത് എന്താ? ഞാൻ കുറെ ആലോചിച്ചപ്പോ എനിക്ക് ഇങ്ങനെയാ തോന്നിയത്. മുത്ത് ഈ ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന, ചിപ്പിക്കാതിരിക്കുന്ന പോലെ ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അവന്റെ സഭയാണ്. അവൻ അതിനെ അന്വേഷിച്ച് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവരാജ്യം എന്ത് ചെയ്തു? എല്ലാ മഹത്വവും ഇട്ട് അവൻ എന്നെ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഈ വൃത്തികെട്ട മ്ലേച്ഛനായ പാപിയായ എന്റെ ആത്മാവിനോളം വില ഈ ലോകത്തിലോ മറുലോകത്തിലുള്ള യാതൊന്നിനും ഇല്ലാന്ന് ദൈവം തിരിച്ചറിയുകയും അവൻ തന്നെത്താൻ വിട്ടുകളഞ്ഞ് എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. അപ്പൊ ദൈവരാജ്യം നമ്മളെ അന്വേഷിച്ച് നടക്കുകയാണ്, മുത്തിനെ അന്വേഷിച്ച്. ഇത് രണ്ടും
ദൈവരാജ്യത്തിന്റെ രണ്ട് മുഖങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത് കർത്താവിന് നമ്മളുള്ള സ്നേഹത്തെ കാണിക്കും ലോകത്തില്. അപ്പൊ ഈ സഭയാണ് ഈ മുത്ത്. അപ്പൊ ദൈവത്തിന് നമ്മോടുള്ളത് ഒരു അതിഭയങ്കരമായ, എല്ലാം നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്നേഹമാണ് കർത്താവിന് നമ്മളോട്, ഒരു പാഷനാണ്. ഈ പാഷനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം എങ്ങനെ പറയുന്നറിയാം? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തില് ആ പാഷനെ കുറിച്ച് പറയുന്നത്. 4-ാം അധ്യായത്തില് കർത്താവിന് സഭയോടുള്ള പാഷൻ, 4-ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. വ്യഭിചാരിണികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ല. ആകയാൽ നിങ്ങൾ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അടുത്ത വാക്യം. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാക്ഷിക്കുന്നുവോ? ഈ ഒരു വാക്യം മലയാളത്തിൽ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കാം. 4-5 വാക്യം. നിങ്ങളുടെ കയ്യിലെല്ലാം ഇംഗ്ലീഷ് ആണല്ലോ, എളുപ്പമുണ്ട്. ഡു യു വാണ്ട് മീ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? Is there anyone who does not understand Malayalam? ഇല്ല പാസ്റ്റർ. ഇല്ല, മലയാളം മതിയല്ലോ. മതി. Okay. You adulterous people, do you not know that friendship with the world is enmity with God? Or do you suppose it is to no purpose that the scripture says he yearns jealously over the spirit that he has made to dwell in us? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ തന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹി യേൺസ് ജലസ്ലി. ഏൺ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തീവ്രമായി അഭിലഷിക്കുന്നതാണ് ഏൺ. YEARN, ഏൺ. തീവ്രമായ ആഗ്രഹം, ഇന്റൻസ് ആഗ്രഹത്തെ കുറിച്ച്. അപ്പൊ നമ്മളോട് അവൻ വളരെ തീവ്രമായി അസൂയയോടെ നമ്മെ ആഗ്രഹിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ജലസ്ലി, ഹി യേൺസ് ജലസ്ലി ഓവർ ദ സ്പിരിറ്റ്. ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ഈ ആത്മാവിന് മേൽ അവൻ കരുതലോടെ അസൂയയോടെ നോക്കിയിരിക്കുന്നു. അസൂയയോടെ നോക്കിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇവനെങ്ങാനും എന്നെ വിട്ട് ഈ ആത്മാവ് വഹിക്കുന്നവൻ ലോകത്തോടുള്ള സഖ്യമായി വ്യഭിചാരിണിയായി പോകുന്നു എന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ നിക്ഷേപിച്ച് നമുക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു ഭർത്താവിന്റെ തീഷ്ണതയോടെ, എന്റെ ഈ മണവാട്ടി വേറെ ആരുടെയെങ്കിലും കൂടെ പോകാനുള്ള മനസ്സാണല്ലോ കാണിക്കുന്നത്, എന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്ന് അസൂയയോടെ. ഒരു ഭർത്താവിനോടല്ല ഭാര്യയ്ക്ക് ഇഷ്ടം, ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു അന്യ പുരുഷനോടാണ് അതെല്ലാം പറയുന്നതെങ്കിൽ, ഇന്റിമസി മുഴുവൻ വേറൊരു പുരുഷനോടാണെങ്കിൽ അത് ഭർത്താവിന് ഭയങ്കരമായ അസൂയ ഉണ്ടാകും, വിഷമം ഉണ്ടാകും. അതേ ഫീലിംഗ് ആണ് കർത്താവിൻ്റെതായിട്ട് ഇവിടെ പറയും. ലോകത്തോടുള്ള സ്നേഹം നമ്മൾ കാണിക്കുമ്പോൾ, ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ തന്ന കർത്താവ് അസൂയയോടെ ആത്മാവിനെ നോക്കുന്നതാണ്. ജലസ്ലി ലൈക്ക് എ ഹസ്ബൻഡ്. അതുകൊണ്ടാണ് ലോകസ്നേഹികളെ 3-ാം വാക്യത്തിൽ വ്യഭിചാരിണികളെ എന്ന് വിളിച്ചു തുടങ്ങുന്നത്. 4-ാം വാക്യത്തിൽ അല്ലെ? വ്യഭിചാരിണികളായുള്ളവരെ. ദാറ്റ് മീൻസ് യു ആർ സീക്കിംഗ് someone else other than your husband. കർത്താവ് എത്ര തീക്ഷ്ണമായിട്ടാണ് അവൻ ആത്മാവിനെ നമുക്ക് തരുമ്പോൾ അവന്റെ പ്രാണനാണ്. അവന്റെ പ്രാണനെ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എന്നിട്ട് അവനെ വിട്ടിട്ട് ലോകത്തിലേക്ക് തിരിയുമ്പോൾ hurts him and is pained. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സഭ ലോകത്തെ ഒരു സിസ്റ്റമായിട്ട് സ്വീകരിക്കുമ്പോൾ കർത്താവ് എന്തായിരിക്കും ചിന്തിക്കുന്നത്? സഭയെ വ്യവസ്ഥ തന്നെ ലോകത്തിൻ്റെത് സഭ എടുക്കുമ്പം കർത്താവിന്റെ മണവാട്ടി വേറെ ഏതോ പുരുഷന്റെ കൂടെയല്ലേ? സോ ജെലസി ഓഫ് ദ ലോർഡ് ഈസ് സോ ഇന്റൻസ്. ഫീലിംഗ്സ് ഓഫ് ക്രൈസ്റ്റ്, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇപ്പൊ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി അവൻ അനുഭവിച്ച പാഷൻ, ക്രൂശിൽ അനുഭവിച്ച പാഷൻ വളരെ ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹം. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം
22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ എപ്പോഴും കല്യാണത്തിന് വായിക്കുന്ന വാക്യങ്ങളാണ്. അത് കല്യാണത്തെക്കുറിച്ചുള്ള വാക്യം അല്ല റിയലി എന്നാണ് പൗലോസ് പറയുന്നത്. അതിനകത്ത് ചില വാക്യങ്ങൾ കർത്താവിനെ അവന്റെ സഭയെ കുറിച്ചുള്ളതാണ് എന്ന് പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ആ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഭർത്താക്കന്മാർക്ക് ഒരു മാതൃകയാണ്. പക്ഷെ അത് ഭയങ്കരമാണ്. ഇതാണ് 26 വാക്യം, 26, 27. അവൻ അവളെ എന്ന് പറഞ്ഞ കർത്താവ് സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ എത്ര സ്നേഹം ഉണ്ടായിരിക്കും. ഈ ഇന്നത്തെ കാലത്ത് ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന മണവാട്ടി ഏത് തരത്തിലുള്ളതാണെന്ന് എല്ലാ രീതിയിലും അന്വേഷിക്കും. ഭയങ്കര എൻക്വയറി, ഡിറ്റക്റ്റീവ്സ് തോറ്റുപോകും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു വിവാഹം നടന്നത് ഒരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലുള്ള ഒരു മകനുമായിട്ടാണ് ഞങ്ങളുടെ ചർച്ചിൽ ഒരു മകളുടെ കല്യാണം നടന്നത്. വെരി സ്പിരിച്വൽ പീപ്പിൾ. ഞങ്ങളുടെ ചർച്ചിന് അങ്ങനെ ഒരു പേരില്ലാത്തതുകൊണ്ടും ഇതെന്താന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ന്യൂ ജനറേഷൻ ആണോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അപ്പൊ എന്നെ പരിചയമുള്ളത് കൊണ്ട് അത്ര ന്യൂ ജനറേഷൻ അല്ലെന്ന് അവർക്കറിയാം. പക്ഷെ എന്നോട് അവർ ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടി? ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തം മകളെ പോലെ. സന്തോഷമായി, എഗ്രി ചെയ്തു. പക്ഷെ എന്നിട്ടും അവർ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും മക്കളെ അറിയാൻ പറ്റാത്ത കാലമാണ്. പിന്നെയാണ് പാസ്റ്റർ. അവരെ ശരിക്കും അന്വേഷിച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പൊ കർത്താവ് എങ്ങനെ ചെയ്യുന്നറിയോ? കർത്താവ് പിതാവിനോട് ചോദിച്ചു നോക്കും. ഒരന്വേഷണം നടത്തിയില്ല. രാത്രി മുഴുവൻ ഇരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ മണവാട്ടി എങ്ങനെ തിരഞ്ഞെടുക്കും? കർത്താവ് പറഞ്ഞു, ആർക്കും വേണ്ടാത്ത കുറെ എണ്ണം മാറ്റി നിർത്തി, അവരെ എല്ലാം എടുത്തോ. മഹാമോശമല്ലേ അവര്? അതെ, അതാണ് നിന്റെ മിഷൻ. ആ മണവാട്ടിയെ ശരിയാക്കാം. അപ്പൊ ഞാൻ മരിക്കണം. പക്ഷെ ആ മണവാട്ടിയെ കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാതെ എന്റെ മുമ്പിൽ നിർത്തി. അപ്പൊ കർത്താവിന്റെ മണവാട്ടി നമ്മൾ എന്താ ചെയ്തു? വളരെ മോശം. കർത്താവ് അങ്ങോട്ട് തിരിയണ്ട, അതിനു മുമ്പേ നമ്മൾ വ്യഭിചാരത്തിലേക്ക് തിരിയും. കർത്താവിനെ വിളിക്കുന്നത് തന്നെ വേറെ ജാരന്മാർക്ക് വേണ്ടിയാ. കർത്താവ് എനിക്ക് പണം തരണേ, എനിക്ക് അത് തരണേ, മഹത്വം തരണേ. ആരുടെയാ? വേറൊരു പുരുഷന്റെ. എതിർ ക്രിസ്തുവിന്റെ മഹത്വമാണ് നമ്മൾ മണവാളിനോട് തന്നെ ചോദിക്കുന്നത്. അപ്പൊ അത്ര വഷളത്തരമുള്ള ഒരു ജനത്തെ എടുത്ത് അവർക്ക് വേണ്ടി മരിക്കും. അപ്പൊ ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കണം എന്നാ ഭാര്യയോട്? ഭാര്യയുടെ മെറിറ്റ്സ് നോക്കരുതെന്ന്. ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. തർക്കത്തിനും പറയോ? കുഴപ്പമില്ല. ഭാര്യയ്ക്ക് കുഴപ്പമുണ്ട്, അത് വേറെ ദൈവമായിട്ട് സെറ്റിൽ ചെയ്തോളും. ഭർത്താവിന് നോ പ്രോബ്ലം. കാരണം എന്താ? കർത്താവ് അങ്ങനെ ആയിരുന്നു. തിരിച്ചൊരു അടി കൊടുത്താൽ, ഒരു കത്തിയെടുത്ത് കുത്തി, ഭർത്താവിനൊരു പ്രോബ്ലം ഇല്ല. ഭർത്താക്കന്മാരെ, നമ്മുടെ പണി എത്ര കഷ്ടം. ഭാര്യമാർക്ക് ചുമ്മാ ഭർത്താക്കന്മാരോട് സബ്മിറ്റ് ആയിട്ടിരുന്നാൽ മതി. പക്ഷെ ഭർത്താക്കന്മാരോട് പറഞ്ഞേക്കുന്നത് ഭയങ്കര കഷ്ടം. കർത്താവ് അങ്ങനെയായിരുന്നു. അപ്പൊ കർത്താവിന് നമ്മളുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയുള്ളതെന്ന് നോക്കിയിട്ടല്ല, എങ്ങനായാലും സ്നേഹം. അതാണ് അൺകണ്ടീഷണൽ അഗാപ്പെ. അത്ര ഭയങ്കര സ്നേഹത്താലാണ് നമ്മെ അവൻ സ്നേഹിച്ചേക്കുന്നത്. എന്നിട്ട് പറയുവാണ്, നിനക്ക് ഞാനേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. അങ്ങോട്ട് ഇനിയും പറയും, ഞാൻ പാടും. അപ്പൊ കർത്താവിന്റെ അടുത്ത് വരുമ്പോ ഞാൻ പാടും, നീ മാത്രം മതി പാടും. നമ്മൾ വിചാരിക്കുന്ന ഇത്തിരി കഴിയുമ്പോ കർത്താവ് അങ്ങ് പോകുന്നു. കാരണം നമുക്ക് 2-3 മണിക്കൂറെ കർത്താവായിട്ടുള്ള എക്സ്പീരിയൻസ്. അതിലും നമ്മൾ നമ്മുടെ വഴിക്കുക. അപ്പൊ കർത്താവ് ഇല്ലല്ലോ അടുത്ത്. അപ്പൊ പിന്നെ വേറെ കർത്താവ് മാത്രം പോരാ, വേറെ പല കാര്യങ്ങളും എന്റെ കൂടെ നമുക്ക് വേണമെന്ന് വരും. അപ്പൊ ഇങ്ങനെ നമ്മള് ജാരന്മാരെ അന്വേഷിക്കുന്ന ഒരു കാലമാണെന്ന് മാത്രമല്ല, ഞാന് അമേരിക്കയിലെ ഈ ഹോമോസെക്ഷുവാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സേറ്റൻ വർഷിപ്പ് എന്നൊരു ആർട്ടിക്കിൾ ഞാൻ കണ്ടതാണ്. സേറ്റൻ വർഷിപ്പേഴ്സിന് കുറെ റൈറ്റ്സിന് വേണ്ടി അവർ കേസ് കൊടുത്തിരിക്കുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചു കാണുമായിരിക്കും. എനിക്ക് കിട്ടിയൊരു
അപ്പം സീക്രട്ടായിട്ട് നടന്ന പാപങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലോട്ട് വരുന്നു. ഓക്കെ, കാലം അങ്ങനെയാണ്. സീക്രട്ടായിട്ട് നടന്ന പാപങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലോട്ട് വരുന്ന ഒരു കാലം. നിങ്ങൾ വിചാരിക്കുക അത് ഇന്നാര് ഭരിക്കുന്നോണ്ടാണ്. അല്ല, അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഭരണകർത്താക്കളെയൊക്കെ ദൈവം വാഴിച്ചോളും. അവരെ പറഞ്ഞു വിട്ടേണ്ട സമയമാകുമ്പോൾ കർത്താവ് പറഞ്ഞു വിട്ടിട്ട് വേറെ ആളെ വെക്കും. അതൊക്കെ കർത്താവിന്റെ പണിയാണ്. നമ്മളോട് വോട്ട് ചെയ്തോളാൻ കർത്താവല്ല പറയുന്നത്, ഈ നാട്ടുകാരാ പറയുന്നത്. നമ്മൾ അതിന് വോട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തീരുമാനം കർത്താവിന്റെ. ആരെത്ര വോട്ട് ചെയ്താലും തീരുമാനം കർത്താവിന്റെയാണ്. അതുകൊണ്ടല്ല ഈവില് പെരുകുന്നത്. ഈവില് പെരുകുന്നത്, ദുഷ്ടത പെരുകുന്നത് സഭ സാക്ഷ്യം വഹിക്കാത്തതുകൊണ്ടാണ്. സഭ ഉപ്പുരസമാകാത്തതുകൊണ്ടാണ് ഈവിൽ പകരുന്നത്. ഈ ലോകത്ത് ഈവിൽ തടയാൻ ഇവിടുത്തെ രാജാക്കന്മാരെ അല്ല വെച്ചേക്കുന്നത്, നമ്മളെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ രാജാവിനെ നോക്കിയിരുന്ന രാജാവ് വീഴുമ്പോ എല്ലാവരും വീഴും. പക്ഷെ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന സൈന്യത്താലും ബലത്താലും അല്ല, ആത്മാവിന്റെ ശക്തിയാലാണ്. അപ്പൊ അന്ത്യകാലത്ത് ഇത് പെരുകി വരുമ്പോൾ, ദുഷ്ടത പെരുകുമ്പോൾ, ഇമ്മോറാലിറ്റി പെരുകുമ്പോൾ, എല്ലാ തരത്തിലുള്ള പാപങ്ങൾ ലോകത്ത് വർദ്ധിച്ചു വരുമ്പോൾ ക്രിസ്തീയ സഭയുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ മുമ്പിൽ വിറ്റ്നസ് ചെയ്യാൻ നമുക്ക് കർത്താവിന്റെ ബലമുണ്ടാകും. നമുക്ക് ഈ സഭയുടെ പർപ്പസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ സഭയുടെ കണ്ടീഷൻസിലേക്കും വാണിങ്സിലേക്കും പോകാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. ഈ 4-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 3-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു പക്ഷേ അന്ന് പറഞ്ഞു കാണുമായിരിക്കും. കാരണം അപ്പോസ്റ്റലിക് ലിറ്ററേച്ചർ, അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ച പോലെ ഒരു സിസ്റ്റം ഫോളോ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. നീതീകരണമാണ് റോമാലേഖനത്തിന്റെ 1 മുതൽ എഫേസ്യ ലേഖനം 3-ന്റെ 15 വരെയുള്ള വിഷയം. എഫേസ്യ ലേഖനം 3-ന്റെ 15 മുതൽ 16 മുതൽ യൂദായുടെ 24-25 വാക്യങ്ങൾ വരെയുള്ള ആ ലോങ് ഡിസ്കഷൻ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ളതാണ്. അവിടെ നീതീകരണം ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും മെയിൻ ടോപ്പിക് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. എന്നാൽ റോമാലേഖനം 1-ന്റെ 1 മുതൽ എഫേസ്യർ 3-ന്റെ 15 വരെ എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, തേജസ്കരണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി അത് ക്രിസ്തു നമുക്ക് സൗജന്യമായി തരുന്ന വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 3-ന്റെ 16 വിശുദ്ധീകരണത്തിലേക്ക് ഒരു മെയിൻ ഡിസ്കഷൻ തിരിയുന്ന ആ പോയിന്റില് പൗലോസ് ഒരു പ്രാർത്ഥന കഴിച്ചിട്ടാണ് സഭയെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. എന്താണ് ആ പ്രാർത്ഥന? 3-ന്റെ 16 ഞാൻ വായിക്കാം. 16 മുതലുള്ളത് ഞാൻ വായിക്കാം. ഞാൻ പ്രാർത്ഥന ജസ്റ്റ് പരാമർശിക്കുന്നതേ ഉള്ളൂ. എന്താണ് ഈ സഭയെ കുറിച്ചുള്ള പഠിപ്പിക്കലിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയാൻ വേണ്ടിയാണ്. 3-ന്റെ 16 ഞാൻ വായിക്കാം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? അകത്തെ മനുഷ്യൻ ശക്തനാകാൻ വേണ്ടി, ക്രിസ്തു നമ്മളിൽ വസിക്കാൻ വേണ്ടി, നമ്മളെല്ലാം സ്നേഹത്തിൽ വേരുന്നവരാകാൻ വേണ്ടി, അല്ലെ? അതുപോലെ അതിന്റെ നീളം ഉയരം ആഴം എല്ലാം അറിയാനും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിയാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അടുത്തത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഇപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്? എന്താ ചോദിച്ച? അകത്തെ മനുഷ്യൻ, അല്ലാതെ വണ്ടി വാങ്ങിക്കുന്ന വീട് വാങ്ങിക്കുന്ന കാര്യമല്ല കേട്ടോ. അവിടെ അത് ദുർവ്യാഖ്യാനം ചെയ്തതിന് ഇടയ്ക്കോട്ടത് കേട്ടരുത്. ഇത് വേറെ പ്രാർത്ഥനയാണ്. എന്തൊക്കെയാ ചോദിച്ചത്? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ, പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടാനല്ല കേട്ടോ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാനും
ക്രിസ്തു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാനും, അല്ലെ, ആ പ്രാർത്ഥന എന്നിട്ട് അവസാനം പറയും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരാനും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റും അങ്ങനെയൊക്കെ? ഇന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതിലും ചിന്തിക്കാൻ പറ്റുന്നതിലധികം നമ്മെ എത്തിക്കുവാൻ നമ്മിൽ വസിക്കുന്ന ശക്തിയാൽ, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ കഴിയുന്നവന്. എവിടെ സ്തോത്രം ഉണ്ടായിരുന്ന? സഭയിലും. സഭയ്ക്ക് ഈ ഒരു പ്രാർത്ഥനയിൽ വലിയ പങ്കുണ്ട്. ആ പ്രാർത്ഥനയിൽ വലിയ പങ്കുണ്ടെന്ന് മനസ്സിലാകാൻ നമുക്ക് 18-ാം വാക്യം വായിച്ചാൽ മതി. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. ഈ വിശുദ്ധിക്കുള്ള പ്രാർത്ഥന, വിശുദ്ധിയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും ക്ലൈമാറ്റിക് സ്റ്റേജ് ആണ് ലവ് എന്ന് പറയുന്നത്, അഗപ്പെ. ഞാനന്ന് വിശുദ്ധി എന്താന്ന് നിങ്ങളോട് പറഞ്ഞു കാണണം. വിശുദ്ധി എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് കിട്ടുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളല്ല. വി ആർ ഗെറ്റിംഗ് ഹിസ് ക്യാരക്ടർ, നേച്ചർ, സ്വഭാവം. അപ്പൊ സ്വഭാവത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ കാണുന്നത് എന്തോ? അഗപ്പെ, സ്നേഹം. അതുകൊണ്ട് പത്രോസ് വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, എഫേസ് ലേഖനം തൊട്ട് 3:15 തൊട്ട് യൂദായുടെ ലേഖനം വരെ എല്ലാ ലേഖനങ്ങളും ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ അവിടെ ഉണ്ടാകാതിരിക്കില്ല. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് വിശുദ്ധീകരണത്തിലോട്ട് എത്തുന്ന ഒരു പ്രോസസ്സിലൂടെ അതെല്ലാം കടന്നു പോകുന്നത്. പത്രോസ് വിശുദ്ധീകരണത്തെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നറിയോ? വിശ്വാസമാണ് തുടങ്ങുന്നത്. വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, അങ്ങനെ ഓരോന്ന് കൂട്ടി 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 സഹോദരപ്രീതി, സ്നേഹം, അതിനുള്ള സ്ഥിരതയുണ്ട്, ഇന്ദിരജയുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അവസാനം വരുന്നത് സ്നേഹം, അഗം. ഇനി ലേഖനങ്ങൾ വായിച്ചു നോക്കി, അവസാനം വരുന്ന യോഹന്നാനാണ്, മെയിൻ ടീച്ചിങ്, സ്നേഹം. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഏറ്റവും, അത് ആ സിസ്റ്റത്തിലാണ് എഴുതിയേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഏറ്റവും ടഫുള്ള ലേഖനം ഏതാണ്? എല്ലാവരും വിചാരിക്കുന്ന റോമാലേഖനമാണ്. അല്ല, ഏറ്റവും ടഫായിട്ടുള്ള ലേഖനം യോഹന്നാന്റെ ലേഖനം. യോഹന്നാന്റെ ലേഖനം ടഫ് അല്ലാന്ന് തോന്നാൻ കാരണം മനസ്സിലാകുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം ഭയങ്കര, ഈ യോഹന്നാന്റെ സുവിശേഷം ഭയങ്കര ടഫാണ്. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചില് ആഴ്ചയിൽ 3 ദിവസം വെച്ച് യോഹന്നാന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഈ പുതിയ നിയമത്തിന്റെ മുഴുവൻ കമന്ററി ഉണ്ടാവുന്നുള്ള എന്റെ ആഗ്രഹം. യാക്കോബിന്റെ ലേഖനത്തിന്റെ കമന്ററി ഇപ്പം ഒരു 3 ആഴ്ച കൊണ്ട് തീരും. റോമാലേഖനം ഓൾറെഡി ഉണ്ട് കേട്ടോ, യൂട്യൂബിൽ റോമാലേഖനവും എബ്രായ ലേഖനവും ഉണ്ട്, കൊരിന്തി ലേഖനമുണ്ട്, പത്രോസിന്റെ 1-ാം ലേഖനമുണ്ട്. യോഹന്നാന്റെ ഇപ്പം പകുതിയോളം അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കും. ഭയങ്കര പാടാ യോഹന്നാന്റെ ലേഖനം. കാരണം യോഹന്നാൻ ഇത് എഴുതുമ്പം 90 വയസ്സ് മേലുണ്ട്. കർത്താവിനെ ശരിക്കും അനുഭവിച്ച് ആത്മാവിൽ നടന്ന് നടന്ന് പരിജ്ഞാനം പ്രാപിച്ച് സ്നേഹം അഗപ്പയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിൽ എഴുതും. അപ്പൊ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് ശിഷ്യന്മാർ ഗ്രഹിക്കാതിരുന്ന കാര്യങ്ങളെല്ലാം ഈ അഗപ്പെ വർക്കാവാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും യോഹന്നാന് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് വല്ലതും മനസ്സിലാവും. ഞാൻ ആ യോഹന്നാന്റെ ലേഖനങ്ങൾ വെച്ചിട്ട്, സുവിശേഷം അത്രയും പ്രശ്നമില്ല, യോഹന്നാന്റെ ലേഖനം വായിച്ചിട്ട് എനിക്ക് ഒരു പിടിയും, കാരണം മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ വാക്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഭാഷയുണ്ട്, അതല്ല ഞാൻ പറയാം. ഇതെങ്ങനെ സാധിക്കും? അവിടെ എത്താൻ പറ്റത്തില്ല. അതാണ് റോമാലേഖനം പാപിക്കുള്ളത്, ആർക്കും വായിക്കാം. അതിന് ബുദ്ധി, ആത്മാവ് തരുന്ന ഒരു ബുദ്ധിയുണ്ട്, ഒരു പ്രകാശനം, അത് മതി. പക്ഷെ യോഹന്നാന്റെ ലേഖനം മനസ്സിലായാലും നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. അത് പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ എടുത്തു പറയുന്നുണ്ട്, ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനുള്ള വൃതന്മാർക്കായി ഇത് എഴുതുന്നത്, അല്ലാത്തുള്ളവർക്ക് നോ യൂസ്. അപ്പൊ ലേഖനങ്ങളുടെ കട്ടി മുമ്പോട്ട് ചെല്ലുന്നതോറും കൂടി കൂടിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനകത്തുണ്ട് സഭ വിശുദ്ധന്മാർ, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ. അപ്പൊ ചർച്ച് എന്തിനു വേണ്ടിയാണ്? അതാണ് നമ്മുടെ ചോദ്യം. വൈ? നമ്മുടെ വിശുദ്ധീകരണത്തിനാണ് സഭ. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് ഒരാൾ വരുന്നതാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശവും ബൈബിളും എന്റെ കയ്യിലുണ്ടല്ലോ, അത് പോരെ പാസ്റ്റർ? പോരാ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്, അടിസ്ഥാനം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, ഫൗണ്ടേഷൻ.
എനിക്ക് പരിജ്ഞാനത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ അറിയില്ല. എന്റെ നിയോഗമല്ലത്. അത് പഠിപ്പിക്കുന്നത് ഞാനല്ല, ദൈവത്തിന്റെ ആത്മാവ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. അത് യോഹന്നാൻ എന്നാ പറയുന്നല്ലേ. യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ മനുഷ്യനല്ല, ആത്മാവ് ഉണ്ടേലേ പറ്റുള്ളൂ. യോഹന്നാൻ 2:27 എന്താ പറഞ്ഞേ? ആരും നിങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ ആവശ്യമില്ല, നിങ്ങളിരിക്കുന്ന അഭിഷേകം തന്നെ നിങ്ങളെല്ലാം പഠിപ്പിക്കും. അപ്പൊ പരിജ്ഞാനത്തിന്റെ ഓരോ പടവുകൾ ചവിട്ടും തോറും നമുക്ക് മാനുഷികമായ ടീച്ചേഴ്സ് കൊണ്ട് പ്രയോജനമില്ലാതെ വരും. ഞാൻ 50 പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിച്ചാലും ഫൗണ്ടേഷൻ മാത്രമേ പറയാൻ എനിക്ക് റൈറ്റ് ഉള്ളൂ. പരിജ്ഞാനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് സഭയ്ക്കകത്തുനിന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സഭയ്ക്കകത്ത് പഠിക്കണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് വരാം. എന്താ സംഭവിക്കുന്നത് നോക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലൊരു അങ്കിൾ ഉണ്ട്. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. പാസ്റ്റർ, എനിക്കൊരു ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്, അതിന് വീതി കുറവാണ്, നീളമാണ്. ഒരു വീട് പണിയാൻ കഷ്ടിച്ചേ പറ്റുള്ളൂ. വീട് പണിത് കഴിഞ്ഞാൽ റോഡിനോട് ചേർന്ന് ഇങ്ങനെ സ്ട്രിപ്പ് താഴോട്ട് പോയേക്കോട്ടെ, ഒരു വീട് പണിയാന്ന് പറയുന്നത് അസാധ്യമാണ്. അത് കഷ്ടിച്ചാ പറ്റും. ഇപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അയൽവക്കക്കാരൻ അത് അറിയാവുന്നതുകൊണ്ട് അവൻ പതുക്കെ ഈ സ്ഥലത്തിന്റെ ഒരു സൈഡ് വെച്ച് മാന്താൻ തുടങ്ങിയിരിക്കുകയാണ്. വേര് അകത്തോട്ട് വന്നുകൊണ്ട്. അവരെല്ലാം ഭയങ്കര സ്വാധീനമുള്ള ആളുകളാണ്. ഞാൻ പോലീസ് കേസായിട്ട് വന്നിട്ട് പോലീസുകാരൊന്നും വലിയായിട്ട് അനങ്ങൊന്നും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ പുള്ളി ഒരു പ്രധാനപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചു. RDO ഓഫീസിൽ, ഇവരുടെ ഓഫീസിലുള്ള ആള്, പുള്ളിയുടെ പഴയ സുഹൃത്ത്. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്തു തരാം. പുള്ളിയുടെ ഉള്ളിരുന്ന് ആത്മാവ് പറയുവാണ്, അത് വിട്ടുകൊടുത്തേരെ. ഷർട്ട് ചോദിക്കുന്നതിന് പുതപ്പും കൂടെ കൊടുക്കണമെന്നല്ലേ ബൈബിൾ പറഞ്ഞു. അപ്പൊ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുവാ, പാസ്റ്ററെ ഞാൻ എന്താ ചെയ്യണ്ടേ? ആ സ്വത്ത് വിട്ടുകൊടുക്കണോ അതോ ആ ആളുടെ സഹായം തേടി ഞാൻ തിരിച്ചു പിടിക്കും? എന്താണ് പാസ്റ്ററുടെ അഭിപ്രായം? ഞാൻ എന്ത് പറയും? ഞാൻ പറയാണ്, വിട്ടുകൊടുത്തേരെ ബ്രദറെ എന്ന് പറയുവാണെങ്കിൽ നാളെ വിട്ടുകൊടുത്തിട്ട് പുള്ളി പറയും, ആ ചേസിനോട് ചോദിച്ചാൽ എന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്വത്ത് അത് പോയി, അവിടെ ഒരു വീട് പണിത് എന്റെ പിള്ളേർക്ക് ഒരാൾക്ക് അവിടെ താമസിക്കായിരുന്നു. കഷ്ടമായി. ഇങ്ങനെയുള്ള പാസ്റ്റർമാരുടെ ഉപദേശിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് പണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. ഞാൻ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പം ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അണ്ണാ എനിക്കൊരു 5000 രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. അന്നത്തെ കാലം അതാ, 2005-6. എന്റെ കയ്യിൽ 1 രൂപയില്ല, ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം കാണുമ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, എന്റെ കയ്യിൽ 5000 രൂപ ഉള്ളതിന്. ഞാൻ ആ പൈസ കൊണ്ട് തന്നേക്കട്ടെ. കുറ്റബോധം. കയ്യിൽ 5000 രൂപ ഇരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ തന്നേക്കാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കണം. ഇന്നാണ് ഞാനത് പറയില്ല. കാരണം ഞങ്ങളുടെ വില്ലേജിലുള്ള ഒരു മിനിസ്ട്രി ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ 1 രൂപ പോലും ഇല്ലാതെ അവിടെ കഷ്ടം ശ്വാസം വലിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു 5000 രൂപ എമർജൻസിയാണ്, റെന്റ് അത് ഇതെല്ലാം. ഞാൻ ഈ 5000 രൂപ നോക്കി ഞാൻ വിചാരിച്ചു കർത്താവിന്റെ ഇഷ്ടമായിരിക്കും, ശരി എന്നാ പിന്നെ ഇരിക്കട്ടെ. ആ 5000 രൂപ പാവം ATM നിന്ന് വിത്ഡ്രോ ചെയ്ത് കൈക്കൊണ്ട് തന്നു. ഞാൻ അതുപോലെ ഈ സഹോദരന് കൊടുത്തു. പിറ്റേ ദിവസം ഈ മനുഷ്യന് 6000 രൂപയുടെ ആവശ്യം വന്നു. തന്നയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു, ആ ചേസിന്റെ വർത്താനം കേട്ട് കയ്യിലുണ്ടായിരുന്ന 5000 രൂപ കൊണ്ടേ കളഞ്ഞു. ഇനി 6000 രൂപ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? ഇങ്ങനെയാണ് നിങ്ങൾ മണ്ടത്തരം കാണിച്ച് ഓരോ പാസ്റ്റർമാർ പറയുന്നത് കേട്ടു. ഇദ്ദേഹം എന്നോട് അത് അന്നേരം പറഞ്ഞില്ല, പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് സാക്ഷ്യമായിട്ടത് ഭാര്യ അങ്ങോട്ട് ഇരിക്കുമ്പോൾ. എനിക്ക് പുള്ളിക്ക് 6000 രൂപ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യും? കർത്താവേ, അയാളുടെ കയ്യിൽ നിന്നുള്ള പൈസ ഞാൻ മേടിച്ചു, എന്റെ കയ്യിൽ ഒന്നുമില്ല. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 6000 രൂപ ഒരാൾ തന്നു, അയച്ചു തന്നു. 6000 രൂപ അതുപോലെ പുള്ളി കൊണ്ടുപോയി കൊടുത്തു. ഭയങ്കര സന്തോഷം. എല്ലാവരും 5000 ഉണ്ടായിരുന്നുള്ളൂ, 6000 ആയിട്ട് കിട്ടി. അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, മറ്റൊരാൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല, അത് ആത്മാവ് തന്നെ പറയണം. അപ്പൊ ഞാൻ ഈ സഹോദരനോട്, അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് അത് പഠിപ്പിക്കാൻ പറ്റില്ല, അത് ആത്മാവ് അങ്കിളിനെ പഠിപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ആത്മാവിന്റെ ശബ്ദം കേൾക്കും, എന്നിട്ട് അങ്കിള് തന്നെ ചെയ്യണം. അതാണ് പരിജ്ഞാനത്തിന്റെ തലം. പഠനത്തിന്റെ തലം
പരിജ്ഞാനത്തിന്റെ തലം. അപ്പൊ അങ്കിള് പറഞ്ഞു, എന്നോട് ആത്മാവ് പറയുന്നത് കൊടുത്തേക്കുന്ന. ഞാൻ പറഞ്ഞു, ആത്മാവ് തന്നെ പറയുന്നതാണോ എന്ന് ഉറപ്പിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. കാരണം ആവേശത്തിലാണോ ആത്മാവിലാണോ എന്ന് അറിയണ്ടേ. എന്താ? ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ ആ സ്വത്ത് മുഴുവൻ എടുത്തോണ്ട് പോയി എന്ന് വെച്ചോ, വേലി അങ്ങ് വലുതാക്കി മുഴുവൻ കൈവശമാക്കി എന്ന് വെച്ചോ, ആ മനുഷ്യനോട് എന്ത് തോന്നും? ഞാൻ എന്റെ ഔദാര്യ ദാനമായി വേണമെങ്കിൽ നീ എടുത്തോ, നീ എന്നെ തട്ടിപ്പറിക്കുന്ന കള്ളനാണ്, എന്നാലും ഞാൻ നിനക്ക് തരുവാന്നുള്ള ഒരു മത്സര ബുദ്ധിയാണോ, അതോ അവനോട് സ്നേഹവും കരുണയും ആണോ തോന്നുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അയാളുടെ കരുണ മാത്രമേ ഉള്ളൂ. അവന് സത്യം അറിയില്ല, അവൻ ജീവിച്ചോട്ടെ, അതുകൊണ്ട് എനിക്ക് ജീവിക്കാനൊരു വീടുണ്ട്, പിന്നെ അത് ആവശ്യമില്ല, ഞാൻ കൊടുത്തേക്കാം, എനിക്ക് സ്നേഹം മാത്രമേ തോന്നുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എന്നോട് ചോദിക്കേണ്ട പോലും കാര്യമില്ല. സ്പിരിറ്റ് ഓഫ് ഗോഡ് കമ്പൽസ് യു ടു ഡു ഇറ്റ്. അപ്പോ ഇതിനകത്തെ കാര്യം ഒന്ന് ആലോചിക്കേ. പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും എനിക്ക്. ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കും ഒരു പക്ഷെ പഠിക്കാൻ പറ്റുമായിരിക്കും, പഠിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് പരിജ്ഞാനത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. ഉപദേശങ്ങളില്ല, കമ്പൽഷൻസ് ഇല്ല, ഇവിടെ ആത്മാവ് നമ്മെ പഠിപ്പിക്കും. സഭ എന്തായിരിക്കണം? ഈ ആത്മാവ് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അത് പുൽപ്പിറ്റ് എന്നുള്ള പഠനമുണ്ട്, അത് ഫൗണ്ടേഷൻസ്. പക്ഷെ ഈ വിശുദ്ധന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നു. ഒരാളുടെ ലൈഫ്, സാക്ഷ്യം, അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു, നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. കർത്താവാണെങ്കിൽ എങ്ങനെ ആയിരിക്കുമായിരുന്നു എന്ന ലെസൺ നിങ്ങളത് സകല വിശുദ്ധന്മാരോടും കൂടെ പഠിക്കാനാ പറഞ്ഞു. എന്റെ സഭയിൽ എന്നെ പഠിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാർ. കർത്താവിൽ എങ്ങനെയാ സന്തോഷിക്കേണ്ടതെന്ന് പഠിപ്പിച്ച പിള്ളേരുണ്ട്. എന്റെ തെറ്റെന്താന്ന് എന്നെ കാണിച്ചു തരുന്ന, പരിജ്ഞാനത്തിൽ ഞാൻ ഇടറിപ്പോകുന്ന എവിടെയാന്ന് എന്നെ കാണിച്ചു തരുന്ന സഹോദരന്മാര്. എന്നെ സംബന്ധിച്ച് അതാണ് ചർച്ച്, ഫൗണ്ടേഷൻ, ആൻഡ് ദെൻ ലേണിംഗ് ടു ബി ലൈക്ക് ക്രൈസ്റ്റ്. ഇനി നോക്കിയേ, എങ്ങനെയാണ് ഈ പരിജ്ഞാനം സഭ നൽകേണ്ടത്? ഇന്നത്തെ സഭയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച എന്ന നിധിയെ ദൈവം എങ്ങനെയാണ് തേച്ച് മിനുക്കി ഒരുക്കി എടുക്കുന്നതെന്ന് ഈ പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ വായിച്ച എഫേസ്യ ലേഖനം 3:16. പാസ്റ്റർ, ഞാൻ എത്ര ഇത് നിർത്തേണ്ടത് എന്നൊന്ന് ചാറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇന്ന് നമ്മൾ വായിച്ച എഫേസ്യർ 3:16 പറയുന്നുണ്ട്, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പൊ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന ഒരവസ്ഥയാണ് ഇനി നമ്മൾ മുമ്പോട്ട് കാണാൻ പോകുന്നത്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മീ. അത് സഭയിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകേണ്ടതെന്ന് എഫേസ്യ ലേഖനം 4 4 മുതൽ 1, 2, 3 നമ്മൾ വായിക്കുന്നില്ല, അത് വായിക്കുന്നത് നല്ലതാണ്. ഇറ്റ് ടേക്ക് സോ മച്ച് ടൈം. 1, 2, 3 വായിച്ചാൽ ഒത്തിരി സമയം പോകും, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. 4 വായിക്കും. 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ സഭയുടെ പ്രത്യേകതയാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ പ്രത്യാശയുള്ളൂ. ഈ പ്രത്യാശ, സഭയുടെ പ്രത്യാശ എന്താണ്? എന്താണ് സഭയുടെ പ്രത്യാശ? ഇപ്പൊ സഭയ്ക്ക്, ഒരു ക്രിസ്തീയ സഭയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വി ഓൾ ഷുഡ് ഹാവ് വൺ സിംഗിൾ ഹോപ്പ് ബൈ വിച്ച് വി വെർ ഓൾ കോൾഡ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഏക പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അതാണ് പ്രത്യാശ. അപ്പൊ സഭയിലുള്ള എല്ലാവർക്കും എന്തുണ്ടാകണം? കർത്താവിന് വേണ്ടിയുള്ള ഒരു ഞെരക്കം ഉണ്ടാകണം. കർത്താവെ, നീ എപ്പോ വരും എന്നുള്ളൊരു ഞെരക്കം. ഇത് സഭയുടെ ഒരു കോമൺ ഫാക്ടറാണ്. സഭയിലുള്ള ഓരോ വ്യക്തിയുടെയും കോമൺ ഫാക്ടർ. നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ,
കർത്താവാണ് നിങ്ങളെ സഭയോട് ചേർത്ത് ഒട്ടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവനെ കുറിച്ചും നിത്യമായ തേജസ്സിനെ കുറിച്ചുള്ള ഒരു ഞരക്കം തന്നിട്ടുണ്ടാവും. അത് തരാതിരിക്കുകയില്ല. അത് എല്ലാവർക്കും ഒന്നായിരിക്കും. ഇതാണ് സഭയുടെ യൂണിറ്റിയുടെ ഒന്നാമത്തെ ഘടകം. ഇപ്പൊ സഭയുടെ എല്ലാ ശുശ്രൂഷകളും എങ്ങോട്ട് പോയിന്റ് ചെയ്യേണ്ടി വരും? എപ്പോ ആര് പ്രസംഗിച്ചാലും ഈ പ്രത്യാശ അതിനകത്ത് ഉണ്ടായേ പറ്റൂ. കാരണം അതാണ് നമ്മുടെ നങ്കൂരം. ആത്മാവിന്റെ നങ്കൂരം എന്താന്ന് പറഞ്ഞത്? പ്രത്യാശ. അത് എബ്രായർ 6 നമുക്ക് ആ പ്രത്യാശയുടെ ഉറപ്പിനെ കുറിച്ച് നമുക്ക് കാണാം എബ്രായർ 6. അപ്പൊ സഭയുടെ കോമൺ ഫാക്ടർ, ഒന്നാമത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിന്റെ ആൾക്കാരല്ല എന്നുള്ളതാണ്. വി ഹാവ് അനദർ ഹോപ്പ്. നമ്മൾ ഇവിടെ ഒരു ദൈവരാജ്യം സ്ഥാപിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. നിങ്ങളുടെ പഴയ പ്രസിഡന്റ് അമേരിക്കയിൽ ദൈവരാജ്യം സ്ഥാപിക്കുമോ? ഇല്ല, ഇല്ല സഹോദരങ്ങളെ. ദാറ്റ്സ് എ റോങ് വേ. സീസറിനെ കെട്ടിപ്പിടിക്കുന്നത് നാശത്തിനാണ്. ഹി ഡസ് നോട്ട് റെപ്രസെന്റ് ക്രൈസ്റ്റ്. നോ വൺ. ഐഹികമായ രാജ്യം ഇവിടെ നമുക്കില്ല. അങ്ങനെ ഒരു രാജ്യം നമ്മൾ സ്വപ്നം കാണുകയേ വേണ്ട. വി ആർ ഓൾ ലിവിങ് ഫോർ ദാറ്റ് വൺ ഹോപ്പ്. അപ്പൊ ചുറ്റും നോക്കുമ്പോൾ മ്ലേച്ഛതകൾ വർദ്ധിക്കും. നമുക്ക് വിഷമമുണ്ട് അത് കാണുമ്പോൾ. പക്ഷെ അതിന് നടുവിലൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് വരാറായി. ഇതെല്ലാം നമ്മൾ എന്താ കാണിക്കുന്നത്? കർത്താവിന്റെ വരവ് വളരെ സ്പീഡിൽ നടക്കാൻ പോവാന്നാ കാണിക്കുന്നത്. മ്ലേച്ഛത കുറഞ്ഞു വരുമോ? ആരെങ്കിലും വന്നിരുന്ന് കുറയ്ക്കുമോ? ഇല്ല. ദിസ് ഡിസിന്റഗ്രേഷൻ നോ വൺ ക്യാൻ സ്റ്റോപ്പ്. And if you are attempting to stop it by your efforts, അത് അതിനേക്കാൾ വലിയൊരു ഈവിൽ ഉണ്ടാക്കുകയുള്ളൂ. കാരണം മനുഷ്യരുടെ മത്സരങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ദൈവത്തിന്റെ നീതിക്ക് എതിരായി വരും. ഓക്കെ, ഇന്ന് സഭകളിൽ വിശ്വാസികളിലെ രാഷ്ട്രീയമായ അഫിലിയേഷൻ വളരെ വർദ്ധിച്ചു വരിക. കേരളത്തിലും എവിടെയും എല്ലായിടത്തും വിശ്വാസിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുക. നമ്മളൊരു 20 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു കേരളത്തിലെ. നിങ്ങളുടെ നാട്ടിൽ എനിക്ക് അറിയാൻ മേല അന്ന്. പക്ഷെ കേരളത്തിലെ ഒരു പാസ്റ്റർ രാഷ്ട്രീയത്തിന്റെ ആളായി മാറുന്നു. അൺബിലീവബിൾ ആൻഡ് അൺതിങ്കബിൾ ആയിരുന്നു. ഇപ്പം റെസ്പെക്ടബിൾ പാസ്റ്റർമാർ വരെ ഒരു പാർട്ടിയുടെ ആളായി മാറും. അപ്പൊ ഒരു പാർട്ടിയുടെ ആളായി മാറുമ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരോടൊന്നും പിന്നെ പറയാൻ നമുക്ക് വോയിസ് ഇല്ല. ദേ സീ യു ആസ് ബിലോങ്ങിങ് ടു വൺ പാർട്ടി ആൻഡ് ഓൾ ദീസ് സിന്നേഴ്സ് ഔട്ട്സൈഡ് ദേ ബ്രാൻഡ് യു ആസ് ബിലോങ്ങിങ് ടു വൺ ഗ്രൂപ്പ്. അവർക്ക് പിന്നെ സഭയ്ക്ക് അവരുടെ മുമ്പിൽ വോയിസ് ഇല്ല. നമ്മൾ ആരുടെയും പാർട്ടിയാകാതെ നിന്നാൽ എല്ലാവരുടെ അടുത്ത് നമുക്ക് ചെല്ലാം. ഒരാളുടെ പാർട്ടി ആയാൽ ബാക്കിയുള്ളവർ നമ്മളെ കുപ്പിക്കകത്ത് ഇറക്കും. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും നിങ്ങൾ രാഷ്ട്രീയമായി വഴിതെറ്റി രാഷ്ട്രീയമായ സൊല്യൂഷൻ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളാകാൻ അവസാനത്തെ പഴുത് വരെ അടക്കിയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. ബിക്കോസ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ നീഡഡ് ടു സ്പീക്ക് ടു യു. ഐ ഫീൽ സംടൈംസ് അഷെയിംഡ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, ശരിയല്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഹൈന്ദവ സുഹൃത്ത്, ഇനിയാണ് ചാറ്റ് ചെയ്ത് എന്നോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞത്, ഈ ക്രിസ്ത്യൻ ചർച്ച്, അമേരിക്കയിലെ ക്രിസ്ത്യൻ ചർച്ച് ബൈബിൾ വായിച്ചിട്ടുണ്ടെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഹി റീഡ്സ് ബൈബിൾ ആൻഡ് ഹി റീഡ്സ് ഓൺലി ദ ബൈബിൾ. വേറെ ഒരു മതഗ്രന്ഥവും പുള്ളി വായിക്കുന്നില്ല. ബട്ട് ഹീസ് അഫ്രൈഡ് ഓഫ് ദ ചർച്ച്. ഹീസ് എ ഹിന്ദു. Does not go to temples. Does not worship any idol. He reads the Bible and prays. പക്ഷെ ചർച്ചിൽ പോകാൻ പേടിയാ. പേടി എന്ന് പറഞ്ഞാൽ he says they don't represent Christ. എനിക്ക് അത് എന്നോട് ചോദിച്ചിരിക്കുന്നത്, ഇവരാരെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിനെ പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അവർക്ക് പ്രസംഗിക്കാനോ അവരുടെ ഭാഗം സമർത്ഥിക്കാനോ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് 1-2 വാക്യം വായിക്കുന്നതല്ലാതെ ക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാനോ മറ്റുള്ളവർക്ക് കാണിക്കാനോ അങ്ങനെ ഒരു വിറ്റ്നസ് ഇല്ല. അവർ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനത്തിൽ നിന്ന്. ഈസ് എ വെരി ഇന്റലിജന്റ് മാൻ, ബട്ട് എ ഫ്രണ്ട് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ 25 വർഷമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക സഭയെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഇവിടെ എറണാകുളത്ത്, എന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്, എറണാകുളത്ത് വന്ന് ഈ വീട്ടില് എന്റെ ഇരിക്കുന്ന പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങൾ വായിക്കാറൊന്നുമില്ല. അതിനകത്ത് ഒരു ബൈബിളാണ് അദ്ദേഹം കൊണ്ടുപോയത്. വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട്
സഭ എഴുന്നേറ്റ് നിന്ന് അവരുടെ ആള്, കാരണം നമ്മൾ ഒരു പ്രത്യാശയിലോട്ട് വിളിക്കേണ്ടവരായിരുന്നു. ആ ഒരു പ്രത്യാശ എന്ന ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിന് മുഴുവൻ നമ്മൾ കർത്താവിന്റെ ശബ്ദമായി മാറിയേനേമായിരുന്നു. ബട്ട് ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയപ്പോൾ നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം ലോകത്തിലേക്ക് തിരിഞ്ഞു. അപ്പൊ മറ്റു മതത്തിലുള്ളവർ നമുക്ക് ശത്രുക്കളായി, അവര് വരുന്ന ആപത്താണെന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായി. അവര് കർത്താവ് അവർക്ക് വേണ്ടി മരിച്ചതാണെന്ന് നമ്മൾ മറന്നുപോയി. ആ അനേകം കുഞ്ഞുങ്ങള്, പാവങ്ങള്, ദരിദ്രര്, മുസ്ലിങ്ങള് ബോംബ് വെക്കും. പക്ഷെ അതിനു മുമ്പ് ബൈബിളായിട്ട് നമ്മൾ അവരുടെ അടുത്തിരുന്നു. അല്ലെങ്കിൽ അവർ ഇനിയും ബോംബ് വെക്കും. ബോംബ് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അതിനേക്കാൾ വലിയൊരു സാധനം ഉണ്ടല്ലോ, ആത്മാവ്. വിശ്വാസമില്ലേ? ഏതിനാ ശക്തി എന്നാ വിശ്വസിക്കുന്നത് നിങ്ങൾ? നമ്മൾ സാക്ഷ്യം വഹിച്ചാൽ ഇവരെല്ലാം നമുക്ക് നേടാൻ പറ്റും. അന്ത്യകാലത്ത് സകല ജാതികളുടെ അടുത്തും ഈ സുവിശേഷം എത്തണം. വി കനോട്ട് ടേൺ അവർ ബാക്ക് അഗൈൻസ്റ്റ് എനി വൺ. ഓക്കെ, ബൈ ദ വേ, ഈ പ്രത്യാശയ്ക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഈ ബൈബിളിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് മാറ്റം വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോപ്പാണ്, പ്രത്യാശയാണ്. അതിൽ ഏറ്റവും ഭയങ്കര, ഞാനിത് പറയാൻ കാരണം സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ നഷ്ടം പ്രത്യാശയുടെ നഷ്ടമാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാം. ഈ എബ്രായ ലേഖനം 6 എന്ന് പറയുന്ന രക്ഷയുടെ ഉറപ്പ് എടുത്തു കളയുന്ന ഒരു വാക്യമായിട്ടാണ് പലപ്പോഴും ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല അത്. നമുക്ക് 6ന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. എന്താ ഈ പറഞ്ഞ് അവസാനിപ്പിക്കും നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. ഈ എബ്രായർ 6 ഈ സഭയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഭാഗമാണ്. ഒരു സഭയുടെ തിയോളജി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എഫേസ്യ ലേഖനത്തോട് നമ്മൾ മടങ്ങി വരും. ഈ രണ്ടും, എഫേസ്യർ 4 എബ്രായർ 6 വെരി ഇമ്പോർട്ടന്റ് അബൌട്ട് അവർ ഫെയ്ത്ത് ലൈഫ്. എബ്രായർ 6 പറയുന്നത് 2 തരം ക്രിസ്തീയ ജീവിതങ്ങളെ കുറിച്ചാണ്. 2 തരം, 2 ലെവൽ. 2 തരം എന്നുള്ളതിനേക്കാളും 2 ലെവലിൽ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതിനെ കുറിച്ചാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോസ്റ്റലിക് ഫൗണ്ടേഷൻസ്. അത് 1ഉം 2ഉം വാക്യങ്ങളിൽ പറഞ്ഞു. അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ദാറ്റ് മീൻസ് വൺസ് ദാറ്റ് ഫൗണ്ടേഷൻ ഈസ് ലെയ്ഡ്, യു ഡോണ്ട് നീഡ് ടു ഡ്വെൽ ഓൺ ദാറ്റ് എനി ലോങ്ങർ. ഇൻസ്റ്റെഡ് യു ടു സ്റ്റാർട്ട് building up a construction, a house. ആ ഫൗണ്ടേഷൻ നിൽക്കരുത്, നിങ്ങൾ പണിയാൻ തുടങ്ങണം. പരിജ്ഞാനത്തിലുള്ള ഒരു ഭവനം പണി നടക്കണം. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ നടന്നില്ലെങ്കിൽ നമ്മൾ ലോകാപവാദം വരുത്തുന്നവരായിരിക്കും. പരിജ്ഞാനത്തിലായിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്, ലോകത്തിന്റെ ജ്ഞാനം വെച്ചായിരിക്കും. അതാണ് ഞാൻ ഇത്ര മുമ്പ് അമേരിക്കയിലെ സഭയെ കുറിച്ച് പറഞ്ഞത്. They have the foundation, maybe, I don't know. Even if they have the foundation, ഒന്നാന്തരം ബൈബിൾ ടീച്ചേഴ്സ്, അമേരിക്കയിലെ ബൈബിൾ ടീച്ചേഴ്സ് പാർട്ടി വൈസ് സംസാരിക്കുന്ന കേട്ട് എന്റെ തലയിൽ ഞാൻ കൈവച്ചു പോയി. കാരണം they have the best foundations. They are teachers of good repute. പക്ഷേ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ആ പരിജ്ഞാനത്തിന്റെ തലം വരുമ്പോൾ പറ്റാതെ പോകുന്നു. അത് അന്ത്യകാലത്ത് വരുന്ന ഒരു വലിയ പ്രശ്നമാണ്. അവർ ലോകാപവാദം വരുത്തുന്ന മനുഷ്യർക്ക് നമ്മൾ ലോകത്തിനിടയിലാണ്, സഭയുടെ ഇടയിലൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ലോകത്തിനിടയിലേക്ക് നോക്കി കഴിയുമ്പോൾ അവർ ക്രിസ്തു ഇതാണോ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് അവരെല്ലാം എത്തുന്നത്. ഇത്രയും സ്നേഹമില്ലാത്ത ക്രിസ്തുവോ എന്ന് ചോദിക്കുന്ന ആളുകൾ. വൈ? ലോകാപവാദം സംഭവിക്കുന്നത്. ഫൗണ്ടേഷൻസ് ഉണ്ട്, അതവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതിന് മുമ്പോട്ടുള്ള വളർച്ചയില് ലോകാപവാദം സംഭവിക്കുന്ന രീതിയിൽ ആളുകൾ ഇടപെടുന്നു. 6ാം വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം നോക്കി, 13 തൊട്ട് വായിക്കാം. 13 തൊട്ട്. ദൈവം, ഇത് പ്രത്യാശയുടെ വാഗ്ദത്തങ്ങളെ കുറിച്ചാണ്. ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. അപ്പം അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സന്തതി പരമ്പരകളെ നൽകി ബഹുജാതികൾക്ക്, അവൻ വിശ്വാസികൾക്ക് പിതാവായി മാറുന്നുള്ളതായിരുന്നു അവന്റെ അനുഗ്രഹം. അവന്റെ രാജ്യം വലുതായി, അവൻ വലിയൊരു ജനത്തിന്റെ പിതാവായി മാറി. അതായിരുന്നു അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം. അപ്പൊ ദൈവം എബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. പക്ഷെ വാഗ്ദത്തം കൊടുത്തപ്പോ ആണയിട്ടാ കൊടുത്തത്. എനിക്കത് ഒട്ടും മനസ്സിലായില്ല. കാരണം ഇതേ യേശു കർത്താവാണ് നമ്മളോട് പറഞ്ഞ, ആണയിടല്ലേ, സ്വർഗത്തെ ചൊല്ലി അരുത്, സത്യം ചെയ്യരുത്, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിനേക്കാൾ കൂടിയ ദുഷ്ടനിൽ നിന്ന് വരുന്നു പറഞ്ഞിട്ട് ഇതേ കർത്താവ്
ആണയിട്ട് പറയുകയാണ്. എന്തിനാണയിടുന്നത്? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ആണയിടുന്നത്? ആണയിടണം എന്ന് തോന്നുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർ നിങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാതെ, അല്ലെ? എപ്പോഴാണ് ആണയിടുന്നത്? എന്താ വിശ്വസിക്കാത്തത്? നമ്മളെ അത്രയൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. നമ്മളെ അവർ പെട്ടെന്ന് വിശ്വസിക്കുമായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു, ആ ചേസ് പാസ്റ്റർ പറഞ്ഞ അപ്പൊ സത്യമായിരിക്കും, ഇനി ആരോടും ചോദിക്കണ്ട, അയാളുടെ ഉവെന്നാണ്, അപ്പൊ ഞാൻ നീതിമാനാ അതിനർത്ഥം. ഇനി ചേസ് പാസ്റ്റർ പറഞ്ഞാണോ? അപ്പൊ അത് ശരിയാവാൻ വഴി, പുള്ളി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ഓക്കെ, അവൾ ഒന്നുകൂടി ചോദിച്ചേ, പാസ്റ്റർ സത്യമായിട്ടും ആണ്, സത്യമായിട്ടും പിന്നെ ആണിടേണ്ടി വരും. അപ്പൊ അർത്ഥം എന്താ? ഞാൻ ബേസിക്കലി ഒരു ദുഷ്ടനാണെന്ന് അതിന്റെ അർത്ഥം. എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ സാക്ഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കോളേജ് പഠിക്കുന്ന കാലത്ത് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, നമുക്ക് അറിയാതെ തന്നെ ഇത് സംഭവിക്കും. അവിടുത്തെ വാർഡൻ, ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ വാർഡൻ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സമയമായിരുന്നു. ഭയങ്കര സത്യസന്ധരായിരുന്നു ഞങ്ങൾ, എന്ത് സത്യം പറയുള്ളൂ, ആ ജീവൻ പോയാലും. അപ്പം ഈ സാറിന് ഞങ്ങളെ ഭയങ്കര വിശ്വാസം. എന്ത് കോൺഫ്ലിക്ട് നടന്നാലും ചേച്ചേ എന്താ ഇവിടെ നടന്നത്, ഞാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ, ഓക്കെ. പിന്നെ ആരോടും ഒരു ചോദ്യം ചെയ്യലില്ല, ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ വിശ്വാസം തകർന്നു. ഞാൻ പറയുന്നത് പുള്ളി വിശ്വസിക്കാതായി. അതോടുകൂടി ആ സാക്ഷ്യം തീർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഉവ്വല്ല, ആണയിടണം. ഇല്ലാന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ ഇല്ല അല്ല, ആണയിടണം. അതാണ് ദുഷ്ടനിൽ നിന്ന് വരുന്നെന്ന് പറയുന്നത്. എന്നിട്ട് കർത്താവ് ഇവിടെ എന്താ ചെയ്തേക്കുന്നെങ്കിൽ ആണയിട്ടേക്കുക. അതും ഭയങ്കരമാണ്. ഈ ദൈവം ആണയിടുമ്പോ ദൈവത്തെക്കാൾ വലിയൊരാളില്ല ആണയിടാൻ. അതുകൊണ്ട് അവനെ ചൊല്ലി തന്നെ ആണയിട്ടു. സത്യം ചെയ്തു. സത്യം ചെയ്തിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും, അത് എന്റെ ആണയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അനുഗ്രഹിക്കുന്ന കർത്താവ് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, അല്ലെ? പിന്നെ എന്തിനാ ആണയിടുന്നത്? കർത്താവ് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രത്യാശ ഇപ്പൊ തന്നെ നമുക്ക് എത്ര പേർക്കോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അതേസമയത്ത് അബ്രഹാമിന് ഭയങ്കര പാടായിരുന്നു വിശ്വസിക്കാൻ. കർത്താവ് അതേസമയത്ത് ഈ പാസ്റ്റർമാര് തരുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പ്രവാചകന്മാർ തരുന്ന വാഗ്ദത്തങ്ങൾ എന്ത് ഈസിയാന്ന് വിശ്വസിക്കാൻ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്ത് ഈസി ആയിട്ട് അവർ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാന് ഓങ്കോളിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ മകന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇത്തിരി റെഫറൽ ഹോസ്പിറ്റലിൽ പോവാ. ഡെങ്കുപ്പനി അതിന്റെ കോംപ്ലിക്കേഷൻ, കുറെ ക്രോസ് ഇൻഫെക്ഷൻസ് എല്ലാം വന്ന് പ്ലേറ്റ്ലേറ്റ് ഒക്കെ വളരെ ഡൗൺ ആയി. അപ്പൊ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവം ഉപയോഗിക്കും ബ്രദറെ, നമുക്ക് വാഗ്ദത്തം ഉള്ളതാണ് നമ്മുടെ സന്തതികളെ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കുക, കർത്താവ് എത്രയോ മിഷണന്മാരുടെ സന്തതികളെ കർത്താവ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഈ വാഗ്ദത്തമൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇവര് പറയുന്ന പോലെ പ്രാർത്ഥന ദൈവം കേൾക്കുമായിരിക്കും, പക്ഷെ കേൾക്കാതെ തിരിച്ചു വിളിക്കാൻ ദൈവത്തിന് അധികാരമില്ലേ? എത്രയോ മിഷണറിമാരുടെ കുഞ്ഞുങ്ങളെ ദൈവം തിരിച്ചു വിളിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ എന്റെ മനസ്സിലെ പ്രശ്നം അതല്ല. എന്റെ മനസ്സിലെ പ്രശ്നം, ദൈവം പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ കേൾക്കുവോ? അത് ഭയങ്കര സംശയമല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു കോൺഫ്ലിക്റ്റ് വന്നില്ലേ അവിടെ? പക്ഷെ അവിടെ കർത്താവ് വേറൊരു പ്രാർത്ഥനയുടെ വാഗ്ദത്വം അതല്ല. വാഗ്ദത്വം എന്ന് പറഞ്ഞാൽ അവനങ്ങോട്ട് വന്നാലും ഞാനങ്ങോട്ട് വന്നാലും അവിടെ കർത്താവിന്റെ വഴിയിൽ അവൻ തന്ന വാഗ്ദത്തങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ആണയിട്ട ചില വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലുണ്ട്. ഇതൊന്നും ആണയാനുള്ള വാഗ്ദത്വമല്ല. അതുകൊണ്ട് എനിക്കത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ടെൻഷനാ. എനിക്കാണെങ്കിൽ മുകളിലത്തെ പ്രത്യാശയോട്ട് ഉറയ്ക്കുന്നുമില്ല ആ സമയത്ത്. എന്നാൽ ഇവിടുത്തെ മനുഷ്യരുടെ ആശ്വാസം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കാരണം എനിക്കറിയാം ദൈവം ഇവർ വിചാരിക്കുന്നതിലൊന്നും അല്ല. ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ എന്നെ കൊണ്ട് പറ്റാത്ത വില നീ എന്നോട് ചോദിക്കുവാണോ? ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചത്തുപോകും. കർത്താവെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം കർത്താവിന് എന്തും ചെയ്യാലോ. അതുകൊണ്ട് ആർക്കൊരു നഷ്ടമില്ല. എനിക്കെന്താ നഷ്ടം? എന്റെ മകൻ എന്താ നഷ്ടം? ദൈവം നോക്കുമ്പോ എല്ലാം ലാഭമോ? ഹി ഓൾവേസ് മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ, അല്ലേ? പക്ഷെ എനിക്കത് അൺതിങ്കബിളാ. അപ്പൊ ഈ മനുഷ്യരുടെ ആശ്വാസം എനിക്ക് ആശ്വസിപ്പിക്കുന്നേ ഇല്ല എന്നെ.
അപ്പൊ ആൾക്കാർക്ക് എന്തൊരു ടെൻഷനായി, ചേസിന് എന്തോ ഒരു ടെൻഷൻ, ഇവനൊക്കെ എന്ത് വിശ്വാസിയാന്നാ ചോദിക്കുന്നത്. ബട്ട് ദിസ് ഈസ് എ വാർഫെയർ ഇൻ അനദർ ഡയമെൻഷൻ. ദൈവത്തിന്റെ അധികാരവും അവന്റെ തീരുമാനവും എന്തും ആകാം. നിങ്ങളെ പേടിപ്പിച്ചല്ല ഞാനിപ്പം. ചില വാഗ്ദത്തങ്ങൾ ക്യാൻസൽ ആയി പോയില്ലേ ഇപ്പം? അത് ക്യാൻസൽ ആവാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യരുടെ വാഗ്ദത്തത്തിൽ ആശ്രയിക്കണ്ട. പക്ഷെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ആണയോടുകൂടി സ്ഥാപിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അൺബിലീവബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്തു? ആണയിട്ട് ഉറപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 2 കാര്യങ്ങളാലുള്ള ആണയാൽ സ്ഥാപിതമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. എന്താണ് 2 കാര്യങ്ങളാൽ സ്ഥാപിതമായ? എന്താണ് 2 കാര്യങ്ങൾ? ഇപ്പൊ സഭയെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ചർച്ചിനെ ഒരു കൂട്ടമായി കൂട്ടുമ്പോൾ തന്നെ അതിന്റെ ഫൗണ്ടേഷനിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആണ. ഞാൻ നിന്നെ രക്ഷിക്കും, നിന്നെ ഞാൻ പിതാവിന്റെ മുമ്പിൽ നിർത്തും. അത് നിനക്ക് ഞാൻ വാഗ്ദത്തം. എബ്രഹാമിനോട് ആ വാഗ്ദത്തം കൊടുക്കുമ്പോ എബ്രഹാം ഇല്ല, അബ്രാമേ ഉള്ളൂ. പക്ഷെ ആ അബ്രാം നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യൻ, ഒത്തിരി പരാജയങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ കർത്താവ് ഒരു ആണയിട്ടു, നിന്നെ ഞാൻ പിതാവിന്റെ അടുത്ത് എത്തിക്കും, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനേകം ആളുകൾക്ക് പിതാവായി മാറും. അത് എന്റെ തീരുമാനമാണ്, ആണയാണ്. ആ തീരുമാനമാണെന്ന് തന്നെ അവിടെ എബ്രഹാമിന് പറയുന്നത്. അവനോട് കൽപ്പിച്ചു എന്നാണ്. നീ ബഹുജാതികൾക്ക് നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് വാക്ക് പറഞ്ഞെന്നല്ല, കൽപ്പിച്ചു എന്ന്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ആണയെന്ന് അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ കമാൻഡ്മെന്റ്, എ ഡിക്രി ഓഫ് ഗോഡ് ദാറ്റ് യു വിൽ ബി ബ്ലെസ്ഡ്. അപ്പൊ ഈ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ എബ്രായർ 6 വായിക്കുമ്പോൾ ഈ പ്രത്യാശയുടെ ഫൗണ്ടേഷൻ, സഭയുടെ ഫൗണ്ടേഷൻ നമുക്ക് അവിടെ കാണാം. ഈ ഫൗണ്ടേഷൻ ഇളക്കാനാണ് ഇന്നത്തെ ശുശ്രൂഷകൾ പലതും നടക്കുന്നത്. ഓക്കെ, അങ്ങനെ അവൻ തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്ന ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അപ്പം ഒരു ആണ വന്നു കഴിയുമ്പോഴേക്കും ഫൈനൽ സീൽ ഓഫ് ദാറ്റ് എഗ്രിമെന്റ്. അത് ഏറ്റവും കൂടിയ ഒരാളെ കൊണ്ടാണ് ആണ, അയാളുടെ ഗ്യാരണ്ടിയാണ്. അടുത്തത്, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക്, അതായത് എബ്രഹാമിന്റെ കൂടെയുള്ള വാഗ്ദത്തം, അതിലിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നേ, എബ്രഹാമിനോട് കൂടെയുള്ള വാഗ്ദത്തത്തിന്റെ അവകാശികളായി നമുക്ക്, വാഗ്ദത്ത സന്തതിക്ക്, എബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിക്ക് ദൈവം വാഗ്ദത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാൽ ഉറപ്പ് കൊടുത്തത്. എബ്രഹാമിന്റെ മക്കൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹം ഒരിക്കലും മാറാത്ത വാഗ്ദത്തമാണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരാണ അവർക്ക് കൊടുത്തു. ഒരാണ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ആണയാണ്, എന്നേക്കാൾ മുകളിൽ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ചൊല്ലി ആണയിടുകയാണ്, നീ അബ്രഹാമിന്റെ അവകാശം പ്രാപിക്കും. അത് ഈ ലോകത്തിൻ്റെതല്ല, എബ്രഹാമിന്റെ വിശ്വാസത്താൽ അവകാശികളാകാൻ പോകുന്നവർക്ക് ദൈവം നിത്യമായ ഒരു വാഗ്ദത്തത്തിന്റെ ആണയെ നൽകി. പറയുന്ന പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യു ഹാവ് എനി ക്വസ്റ്റ്യൻ യു ക്യാൻ പുട്ട് ദാറ്റ് ഡൗൺ ദേർ. അടുത്ത വാക്യം, അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. കണ്ടോ? അപ്പൊ ശരിക്കും സഭയിലെ ആൾക്കാരെ വിളിക്കുമ്പോൾ കർത്താവ് തരുന്ന ഒരു ആണയുണ്ട്. ഈ ആണ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ എങ്ങോട്ട് നോക്കിയിരിക്കുന്നോ ആ പ്രത്യാശയാണ് സഭയുടെ. ഇപ്പൊ സഭ കൂടിയിരുന്ന് ആലോചിക്കേണ്ടത് എന്താ? സംസാരിക്കുമ്പോ എല്ലാം പറയേണ്ടത് എന്താണെന്നറിയോ? കർത്താവ് എന്ന് വരും, നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കണ്ടേ? അല്ലാതെ തിന്നുന്നതും കുടിക്കുന്നതും ക്യാമ്പ് നടത്തുന്നു, എന്ത് കഴിക്കും എന്ത് കുടിക്കും, നല്ല കാര്യമാണ് കേട്ടോ, അതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്യണമല്ലോ. പക്ഷെ അതാണോ സഭയുടെ മെയിൻ പരിപാടി? അല്ല. തേജസ്സിനായി കാത്തിരിക്കുകയും തേജസ്സിനായി സഹോദരങ്ങളെ ഒരുക്കുകയുമാണ് സഭയുടെ പണി. നമ്മുടെ അടുത്തിരിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഇതേ പ്രത്യാശ ഉണ്ടാകണം. നിങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും ഇതേ പ്രത്യാശ ഉണ്ടോ? അതോ ചിലരുടേത് മങ്ങിയിട്ടുണ്ടോ? ചിലർ വേറെ വാഗ്ദത്തങ്ങളിലേക്ക് തിരിഞ്ഞോ? ചിലർ മനുഷ്യരുടെ പ്രോമിസസുകളിലോട്ട് മാറിയോ ദൈവത്തിന്റെ പ്രോമിസിൽ നിന്ന് വിട്ട്? അടുത്ത വാക്യം, അങ്ങനെ നാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ
ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിടയാവുന്നു. ഇന്ന് ഇത്തിരി ശക്തി തോന്നുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതിന്? ഈ ആണെ രണ്ട് കാര്യങ്ങളാ ഈ ശക്തി തരുന്നത്. അത് ദൈവം എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളാലാണ് ഈ ആണ സ്ഥാപിതമായിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ശരണത്തിനായി ഓടി വരുന്നവരെ രക്ഷിക്കും എന്നുള്ള പ്രോമിസാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ആണയ്ക്കകത്തുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അവൻ അവകാശമില്ലാത്ത ഒരു തേജസ്സിന്റെ പ്രത്യാശ, ഒരു തേജസ് അവന്റെ അനുഗ്രഹമായി അവന് വാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ദൈവം മാറുകയില്ല. ഒന്ന് പാപത്തിന്റെ പരിഹാരം, മറ്റൊന്ന് ക്രിസ്തുവിന്റെ തേജസ്കരണം. ശരണത്തിനായി ഓടി വരുന്നവർക്ക് ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പ് നൽകിയിട്ടാണ് കർത്താവ് അവനെ പ്രത്യാശ നൽകുന്നത്. അപ്പൊ വിളിച്ച വിളിയാലുള്ള ആശ എന്ന് പറയുന്നതാണ്. എഫേസ്യർ 1:17 പറയുന്നുണ്ട്, നമ്മെ വിളിച്ച വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ ഫാക്ടർ ടു ഓൾ, എവ്രി വൺ. എബ്രഹാമിന്റെ അവകാശം പ്രാപിക്കുന്നവർക്ക് എല്ലാം കർത്താവ് നൽകുന്ന ഒരു കോമൺ ഫാക്ടറാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ എന്തിനാ ഇത് ഇത്രയും പ്രത്യാശ എംഫസൈസ് ചെയ്യുന്നതെന്നറിയോ? ഇന്ന് നമ്മുടെ സഭകളെല്ലാം ലോകത്തിലേക്ക് നോക്കാനുള്ള കാരണം ഈ പ്രത്യാശ ഇല്ലാതെ പോയതാണ്. ദൈവത്തിന്റെ തേജസ്സിന് വേണ്ടി ഞരങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും ലോകത്തിന്റെ ഒരു മോഹത്തിൽ ആസക്തി തോന്നാൻ പറ്റില്ല. കാരണം അവന്റെ ഹൃദയം മുഴുവൻ കർത്താവിന്റെ തേജസ്സിന് വേണ്ടിയുള്ള ഒരു ഞരക്കമായിരിക്കും. അത് ആ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും, എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ കരുണയായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ സഭയിൽ ചേരുന്നതിന്, പെന്തക്കോസ്തിൽ ചേരുന്നതിന് 2 വർഷം മുമ്പ് വീണ്ടും ജനന അനുഭവം, പ്രത്യാശയോട് കൂടിയുള്ള അനുഭവം പ്രാപിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, എനിക്ക് ഈ ലോകത്ത് ഒന്നുമില്ലെങ്കിലും എനിക്ക് അത് വലിയ ഭാരമായിട്ട് തോന്നില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ചിന്ത. കാരണം ഞാൻ നിൽക്കുന്നു തോന്നുന്നു എന്ന് വിചാരിച്ച് നാളെ എനിക്കിപ്പോ ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള കൊണ്ടാണ് ഞാൻ അങ്ങനെ കടത്തി പറയാത്തത്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന, അന്ന് എനിക്ക് ദൈവം തന്നൊരു പ്രത്യാശയുണ്ട്. അതിനോട് സുവിശേഷം പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. അടുത്ത ചോദ്യം, ഇപ്പൊ മരിച്ചാൽ കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോവോ? ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല. പുള്ളി പറഞ്ഞു രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടാൽ ഒരു വാഗ്ദത്തമുണ്ട്, ഒരാശ, ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ കർത്താവ് വരുമ്പോൾ ഞാൻ പോകും എന്നുള്ളതാണ്. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ ഈ ലോകത്തോട് നമുക്ക് നോ പറയാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. അതാ ഞാൻ ആദ്യം കേൾക്കുന്നത്. ഞാൻ നിലവിളിക്കുന്ന മുഴുവൻ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കർത്താവെ, അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോവില്ല. അപ്പൊ ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്, എനിക്കറിയാം ഞാൻ നശിച്ചു പോവില്ല. വാഗ്ദത്തം. വിളിച്ചപേക്ഷിക്കുന്നവരെ നശിപ്പിക്കാൻ ദൈവം വിടാൻ പറ്റില്ല. കാരണം അവൻ ആ കാര്യത്തിൽ ബോഷ്ക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ കർത്താവിനോട്? തലവേദന മാറാൻ വേണ്ടി വിളിച്ചപേക്ഷിക്കുന്നവരോ, പിള്ളേരുടെ അഡ്മിഷൻ വേണ്ടി വിളിച്ചപേക്ഷിക്കുന്നവരോ അല്ല ഞാൻ പറഞ്ഞു. കർത്താവിന്റെ രക്ഷയ്ക്കായിട്ട് നിലവിളിച്ചിട്ടുണ്ടോ? കർത്താവ്, ഞാനൊരു പാപിയാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, എന്നെ രക്ഷിക്കണേ എന്ന് അഭയം ചൊല്ലിയിട്ടുണ്ടോ? ശരണത്തിനായി ഓടി ചെന്നിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നുറപ്പിച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തം ഇവിടെ പറയുന്ന ആണയാൽ സ്ഥാപിതമാണെന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നറിയോ? അതിനൊരു കാരണമുണ്ട്. 2 കാര്യങ്ങളെ നമുക്ക് ശക്തമായ ഒരു പ്രബോധനം ആവശ്യമാണ്. കാരണം അന്ന് ഭയങ്കരമായ പീഡനം നടക്കുന്ന കാലത്ത് എബ്രായലേഖനം എഴുതുന്നു. അപ്പൊ അവരെ പീഡനത്തിന് മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറയാതിരിക്കണമെങ്കിൽ അവർക്കുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് വളരെ ശക്തമായ പ്രബോധനം അവർക്കുണ്ടാകണം. നിങ്ങളുടെ നേരെ ഒരാൾ തോക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ മരിച്ചാൽ സ്വർഗത്തിൽ പോയില്ലോ എന്ന് ഉറപ്പില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മരണത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല സന്തോഷമായിട്ട്. പറ്റുമോ? പറ്റിയല്ല. പോകുമ്പോൾ 2 ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്, ചില സമയത്ത് 2 ഒരുപോലെ പോകും. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി. ഓൾറൈറ്റ്. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി ദൈവം നമുക്ക് തരുമ്പോൾ, കർത്താവിന്റെ വചനത്താൽ ഉറപ്പിക്കപ്പെടുന്ന ഗ്യാരണ്ടി നമുക്ക് വരുമ്പോൾ നമുക്ക് ലോകത്തോട് നോ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. ഒരു ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ തോക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടുന്ന് ഞാൻ പോയാലും എനിക്ക് കർത്താവിന്റെ വാഗ്ദത്തത്തിനൊരു കുറവില്ലാത്തതുകൊണ്ട്
ഞാൻ കർത്താവിന്റെ അടുത്തായിരിക്കുമെന്ന് ഉറപ്പുള്ളവന് കൊറോണയും പേടിക്കേണ്ട കാര്യമില്ല, ഭീകരവാദികളെ പേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ബോംബ് വയ്ക്കുന്നവരെ പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? വി ഹാവ് അനദർ ഇൻഹെറിറ്റൻസ് ദാറ്റ് നോ വൺ ക്യാൻ ടേക്ക് അവേ. ഇതാണ് എന്നും സഭയുടെ കരുത്ത്, നട്ടൽ. ആദിമകാല സഭയുടെ ജീവൻ ഇതായിരുന്നു, വാഗ്ദത്തം. നിങ്ങളെ അനാഥരായി ഞാൻ വിടുകയില്ല, നിങ്ങളെ ചേർക്കാൻ ഞാൻ വീണ്ടും വരും. യു വിൽ നെവർ ബി അബാൻഡൻ. നിങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ പ്രാണൻ നഷ്ടപ്പെട്ട് റോട്ടിൽ കിടന്നേക്കാം, ബട്ട് യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ഇത് ആത്മാവിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാഗ്ദത്വമാണ്. അത് അടുത്ത വാക്യമാണ് ശരിക്കും ഈ പ്രത്യാശയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പൊ ഞാൻ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സഭയിൽ ഇത് പോയത് എങ്ങനെയാണുള്ളത്, അല്ലെ? നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല. ഇന്ന് സഭയിലെ ഒരു പ്രസംഗം കേട്ട പ്രത്യാശയല്ല, ഒരു 5-6 ദിവസം കൂടി ഇവിടെ താമസിക്കാൻ എന്താ വഴി നമുക്ക് തോന്നുന്നു. കാരണം പീപ്പിൾ മേക്ക് ദിസ് എർത്ത് ടു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ, വെരി ഗ്ലോറിയസ്. അതിന് സാത്താൻ അവന്റെ പണി കാണിക്കുന്നുണ്ട്. നല്ല വണ്ടികൾ ഇറക്കി, നല്ല കെട്ടിടങ്ങൾ പണിത്, നല്ല മൊബൈൽ ഫോൺസ് ഇറക്കി, ഓരോ ദിവസം പുതിയ പുതിയ മോഡൽസ്. ഓ ലുക്ക് അറ്റ് അസ്, ഹൗ ബ്യൂട്ടിഫുൾ ഐ ഹാവ് മെയ്ഡ് മൈ കിങ്ഡം എന്ന് സാത്താൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ നമ്മുടെ പ്രവാചകന്മാരുടെ വന്നിട്ട് ഓ ലുക്ക് അറ്റ് അവർ ലോർഡ്സ് കിങ്ഡം. അവർ ലോർഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ആള് ഉണ്ടാക്കിയിരിക്കുന്ന കിങ്ഡം നിങ്ങളൊന്ന് നോക്ക്, ഹൗ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് വേണ്ടേ ഒരു ഭാഗം വിടുതലില്ലാതെ ഇപ്പോഴും പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളൊന്ന് കണ്ണുയർത്തി നോക്ക് എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കാനും മോഹിപ്പിക്കാനും ആകാത്ത വേലക്കാരുടെ മഹാബഹളം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇന്ന് സഭകൾ കാണിക്കുന്ന ക്രിസ്തുവിനെ അല്ല, എതിർ ക്രിസ്തുവിനെയാണ്. അവരത് അറിയുന്നുമില്ല. എന്നോട് ഇന്നലെ സംസാരിച്ച ആളെന്നോട് ചോദിച്ചാണ്, ചർച്ചിന് അഡൽട്ടറി ഒരു പ്രശ്നമല്ല അല്ലേ? ചർച്ചിന് ഡൈവോഴ്സ് ഒരു പ്രശ്നമില്ല? ചർച്ചിന് പണക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തോട് ഒരു വിഷമവും ഇല്ല? ചർച്ചിന് ആൾക്കാർ ഓടിച്ചു കളയുന്നവരോട് ഒരു പ്രയാസവും ഇല്ല? എന്നോട് ചോദിച്ച ചോദ്യങ്ങളാ. ഞാൻ ഇങ്ങനെ ഇതികർത്തവ്യ മൂടനായിട്ടിരിക്കുക, എന്ത് ചെയ്യാം? ഈ ഒരു ബൈബിൾ വായിച്ചിട്ടില്ല? ഇതാണ് പ്രശ്നം. വി ആർ റെപ്രസെന്റിങ് സമൺ എൽസ് ഹു ഡസ് നോട്ട് ലുക്ക് ലൈക്ക് ക്രൈസ്റ്റ്, ആൻഡ് ദാറ്റ്സ് ഫെയർലി ഡേഞ്ചറസ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്കൊരു നങ്കൂരമേ ഉള്ളൂ, അത് കർത്താവാണ്. ആ ഫൗണ്ടേഷന്മേൽ നമ്മൾ ഉറപ്പിക്കപ്പെട്ടേ പറ്റുള്ളൂ. രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ചെയ്യട്ടെ. എനിക്ക് അമേരിക്കയിലെ ചർച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ട് നടന്നിരിക്കുന്ന അവിടെയാണ്. ഇന്ത്യയിലും ഈ എക്സ്ട്രീം വ്യൂസ്, മതങ്ങളുടെ എക്സ്ട്രീം വ്യൂസ്. ക്രൈസ്റ്റ് വാസ് സോ ഡിഫറെന്റ്. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കില്ലേ, നമുക്ക് അവന്മാരുടെ തലയിൽ കുറച്ച് തീ വാരിയിട്ട് എല്ലാത്തിനും ഓടിച്ചാലോ? കർത്താവ് എന്ന് പറയും, നിങ്ങളൊക്കെ ഏത് ആത്മാവിനാൽ പിടിക്കപ്പെട്ടു? ശരിക്കും നമുക്ക് ദേഷ്യം തോന്നും ഇത് കാണുമ്പോഴേ. ഈ മ്ലേച്ഛതകള്, ഹോമോസെക്ഷാലിറ്റി, അതുപോലെ എന്താ പറയുന്നത്, ഈ സഭയെ നിസ്സാരമായിട്ട് കാണുന്ന മറ്റ് മതങ്ങള് കൂടുതൽ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ആത്മരോഷം വരും. കർത്താവ് എല്ലാത്തിന്റെ പൊട്ടിച്ചാലോ? കർത്താവ് നിങ്ങളൊക്കെ ഏത് ആത്മാവിനല്ല, ഞാൻ രക്ഷിക്കാൻ വന്നതാ, ഇവരെല്ലാം ശിക്ഷിക്കാൻ വന്നതല്ല. അതെന്താ സാധനം നിങ്ങളൊന്ന് കണ്ട് പഠിക്കേ. ഇവരാരെടുത്തോട്ട് പോവും? ഈ പാപികളെല്ലാം കൂടെ, ഈ പാപികളെല്ലാം എങ്ങോട്ട് പോവും? ഓക്കെ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് സ്ലിപ്പ് ആവുന്നതിന്റെ വേദന കൊണ്ടോ കേട്ടോ. കാരണം സഭ അവസാന കാലത്ത് കർത്താവിനെ കാണിക്കാതിരിക്കുന്നതിനുള്ള പെയിൻ കൊണ്ട് ആയി പോകുന്ന ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വേദന. ഇന്നലത്തെ ആ ചാറ്റിന്റെ വേദന ഇപ്പോഴും കിടപ്പുണ്ട്, അതിങ്ങനെ കിടക്കുന്നു എന്റെ ഉള്ളില്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അടുത്ത വാക്യം, ആ പ്രത്യാശ. ഏത് പ്രത്യാശ? ദൈവം നമുക്ക് വാഗ്ദത്തം തന്ന, ആണയാൽ ഉറപ്പ് തന്ന, ഇത് വേറെ ആരെ കൊണ്ടും എന്നേക്കാൾ കൂടി ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ ചൊല്ലി തന്നെ ആണയിട്ട് നിങ്ങളോട് പറയുന്ന വാഗ്ദത്തം. അതെന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ വിടുവിക്കും, രക്ഷിക്കും. ഈ പ്രോമിസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? ഓക്കെ, അടുത്ത വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്ക് അകത്തേക്ക് കിടക്കുന്നതുമാകുന്നു. നങ്കൂരം. ഒരു നങ്കൂരം എങ്ങോട്ടാ കിടക്കുന്നത്? ഒരു വ്യവസ്ഥയും ഇല്ലാത്ത ലോകം. ഇത് വെള്ളം പോലെ വിചാരിച്ചു, പെരുവെള്ളം. ഈ പെരുവെള്ളത്തിൽ ഒരു കപ്പൽ കിടക്കും. നങ്കൂരം ഇടുമ്പോ എവിടെ ഇടണം? ഉറപ്പുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇടണം. ലോകത്തിന്റെ വ്യവസ്ഥ തന്നെ ഉറപ്പില്ലാത്തതാണ്. പിന്നെ നങ്കൂരം എവിടെ ചെന്നാലും ഉറപ്പുണ്ടാവുള്ളൂ, തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പൊ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു നങ്കൂരം, ആങ്കർ, അത് നമുക്കുണ്ട്. അത് ഈ പ്രത്യാശയാണ്.
അത് ആത്മാവ് ആ നങ്കൂരത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. കണ്ടോ? ഇന്നെന്താ സഭയിൽ ആത്മാവിന്റെ ശുശ്രൂഷകൾ നടക്കാത്തത്? എന്തുകൊണ്ട് അന്യഭാഷയ്ക്ക് വേണ്ടി എത്ര ചെണ്ട അടിച്ചാലും ചെണ്ട പൊട്ടുന്നല്ലാത്ത ഈ കൃപാവരങ്ങളൊന്നും വരാത്തത്? എന്തുകൊണ്ട് ആ പ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ഇടുക്ക് വഴി കാണിച്ചു തരാൻ പറ്റാതെ പോകുന്നത്? എന്തുകൊണ്ട് അവിശ്വാസിയുടെ വീട്ടിൽ സുവിശേഷം പറയാൻ പോകുമ്പോൾ അവിടുത്തെ ദുരാത്മാക്കൾ ഓടാത്തത്? എന്തുകൊണ്ട്? ആത്മാവ് നങ്കൂരമില്ല. ആത്മാവ് എവിടെയില്ല? ഉറപ്പിക്കപ്പെടുന്നില്ല. ആ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്, പക്ഷെ പ്രത്യാശ എന്ന നങ്കൂരത്തിൽ അത് ഊന്നുമ്പോൾ മാത്രമേ നമുക്ക് കർത്താവിന്റെ ആളുകൾ എന്നുള്ള പരിജ്ഞാനത്തിലേക്ക് വളരാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഹോപ്പ് ഈസ് എ ക്രൂഷ്യൽ തിങ്, വെരി ക്രൂഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്വർഗത്തെ കുറിച്ച് നിശ്ചയം ഉള്ളവർ ആയിരിക്കും. ഈ പ്രത്യാശ നമുക്കൊരു വലിയ ആത്മാവിന്റെ നങ്കൂരമാണ്. അപ്പൊ നമുക്ക് വേറൊരാളുടെ നിന്ന് പറയാം, എന്ത് പറയാം? ഇതൊക്കെ വെറുതെ ബ്രദറെ ഈ ലോകം. നമുക്കൊരു കർത്താവുണ്ട്, നമുക്ക് തേജസ് ഉള്ള ഒരു ലോകമുണ്ട്, നമ്മൾ വലിയൊരു തേജസ് നോക്കി ജീവിക്കുന്നവരാണ്. ആ മഹത്വം അവൻ നമുക്ക് തരും, വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് ഞാനിത് വിടുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയും ഈ തേജസ്സിലേക്കാണ് നമ്മളെ നടത്തുന്നത്. അപ്പൊ ഇത് ഇന്നത്തെ അന്ത്യകാല സഭകളോട് നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ സഹോദരങ്ങൾ, തീർച്ചയായിട്ടും ഈ പ്രത്യാശയുടെ സുവിശേഷം നിങ്ങളോട് പറയണമെന്ന് ഞാൻ കാര്യം ദൂരെയുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയല്ല ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം ഒരു ശബ്ദം കൊണ്ടോ രണ്ട് ശബ്ദം കൊണ്ടോ നടക്കേണ്ട കാര്യമല്ല. ഇതൊരു കളക്റ്റീവ് ശബ്ദമായി അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം ഉണ്ടായേ പറ്റുള്ളൂ. ഉറപ്പില്ലാത്തൊരു ജനം, ഇരുമനസ്സുള്ളവൻ അവന്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ്. അവനെ കൊണ്ട് ഒന്നും കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. ഇരുമനസ്സുള്ളവരെ കൊണ്ട് കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രബോധനമാകട്ടെ, ശക്തിയുള്ള ഒരു പ്രബോധനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആണയാൽ സ്ഥാപിക്കപ്പെട്ട വചനങ്ങളൊക്കെ ഭയങ്കര ശക്തിയുള്ള പ്രബോധനങ്ങളാണ്. അപ്പൊ ശക്തി എന്താണെന്ന് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ തിരശ്ശീലക്കകത്ത് എന്താ ഉള്ളതെന്നറിയോ? എവിടെ ഈ പ്രത്യാശയുടെ നങ്കൂരം ഇരിക്കുന്നറിയോ? അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. അങ്ങോട്ടാണ് ഈ പ്രത്യാശയുടെ നങ്കൂരം പോയി വീഴുന്നത്. ആ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലേക്കാണ് ആ പ്രത്യാശ. അബ്രഹാമിന്റെ പ്രത്യാശ വരെ അവിടെയാ ഉള്ളത്. അപ്പോ നമ്മെ വിളിച്ചപ്പോൾ അവൻ എങ്ങോട്ടാ വിളിച്ചതെന്നൊക്കെ? ഈ തേജസ്സിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ സഭ ഈ ലോകത്തിന്റെ ഒരു തേജസ് കാണിച്ച് ആളുകളെ വശീകരിച്ചാൽ കർത്താവ് അത് ക്ഷമിക്കുവോ? അത് ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത് നിക്കോലേവിയരുടെ ഉപദേശം എന്ന് പറയുന്നത്. ജനങ്ങളെ വൻതോതിൽ വശത്താക്കുന്ന നിക്കോലേവിയ ഉപദേശം. ആ നിക്കോലേവിയ ഉപദേശം കർത്താവിന് സഹിക്കാൻ പറ്റില്ല. അവൻ അസൂയയോടെ കാക്ഷിക്കുന്നു. അവന്റെ ജനത്തെ വഴിതെറ്റിക്കുന്ന ഇടയന്മാരെ കർത്താവ് വളരെ വേദനയോടെ നോക്കുന്നു. അവർക്ക് ശക്തമായ ന്യായവിധി ഉണ്ടാകുമെന്ന് പത്രോസിന്റെ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. വളരെ ശക്തമായ ന്യായവിധി അവരുടെ മേൽ ഉണ്ടാകും. ബിക്കോസ് ദോസ് ഹു റിമൂവ് ഹോപ്പ്, പ്രത്യാശയെ എടുത്തു കളയുന്നവരുടെ മേൽ, ആ നങ്കൂരം എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നവരുടെ മേൽ, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വചനം വളരെ വ്യക്തമായി മുന്നറിയിപ്പ് തരുന്നു. പാപികളെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്തുകയും വീണ്ടും വീണ്ടും അവർക്ക് ഈ ഭാഗ്യകരമായ പ്രത്യാശയെ ഓർമ്മിപ്പിക്കുകയും വാഗ്ദത്തങ്ങളാൽ ഒരിക്കലും അഴിഞ്ഞു പോകാത്ത വചനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ അവരെ വിശുദ്ധീകരിക്കും, അവരെ കർത്താവിങ്കിലേക്ക് നോക്കുമാറാക്കും. ആ തേജസ് കണ്ടവന് പിന്നെ ഈ ലോകം വേണമെന്ന് തോന്നില്ല. മറുരൂപമനയിൽ എന്താ കർത്താവ് കാണിച്ചത്? 3 ശിഷ്യന്മാർ അടുത്ത് വന്നിരിക്കുന്നു. ആ 3 ശിഷ്യന്മാർ എന്താ കാണുന്നത്? കർത്താവ് അവരുടെ മുമ്പിൽ വെച്ച് തേജസ്കരിക്കപ്പെടുക. ഈ തേജസ്കരിക്കപ്പെട്ടപ്പോ ആ പാവം ആ പത്രോസും യാക്കോബും യോഹന്നാനും പറയുന്നത് നമുക്ക് ഇവിടെ നിന്നും പോണ്ട. അതിനകത്തെ രസം, ഞങ്ങൾ 3 കൂടാരം ഉണ്ടാക്കുക, ഒന്നിൽ നീ ഇരുന്നോ, ഒന്നിൽ ഏലിയാവ് ഇരുന്നോട്ടെ, ഒന്നിൽ മോശ ഇരുന്നോട്ടെ, ഞങ്ങൾ എവിടെയെങ്കിലും ചുരുട്ട് കുടിക്കാം, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ തേജസ്സിനകത്ത് ഇരിക്കുന്ന കണ്ടാ മതി. അല്ലാതെ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കൂടാരമുണ്ടോ, വീടുണ്ടോ? ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇതൊന്നും ഈ തേജസ് കാണുമ്പോൾ ഒരു പ്രശ്നമല്ല. അപ്പൊ ലോകത്തെ ജയിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ വാഗ്ദത്തം.
അപ്പൊ നമ്മെ വിളിച്ചപ്പോൾ അവൻ നമ്മെ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സഭയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത്. ഏറ്റവും കൂടുതൽ ഞാൻ എംഫസൈസ് ചെയ്യാൻ കാരണം മറ്റു വാക്കുകളിലേക്ക് അത്രയും സമയം എടുക്കുന്നില്ല. ഈ വിഷയം ഇത്രയും കാര്യമായിട്ട് എടുക്കാനുള്ള ഒരു കാരണം അതാണ്. എല്ലാ വിഷയങ്ങളും അങ്ങനെ പ്രധാനം തന്നെയാണ്. ബട്ട് നമ്മളിവിടെ തുടക്കം ഇവിടെയാണ്. വെൻ യു ആർ കോളിംഗ് സമ്മൺ ഇൻ ടു യുവർ ചർച്ച് ഓർ ഇവാഞ്ചലൈസിങ്, നമുക്ക് ഉറപ്പിക്കപ്പെട്ട അടിസ്ഥാനം, ആ ഉറപ്പിക്കപ്പെട്ട അടിസ്ഥാനം അവരിൽ വീഴുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട്, ഞാനല്ല അവനവൻ സ്വർഗത്തിൽ പോകുന്ന സംശയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അല്ല, ഇന്ന് പകൽ അല്ലെ, അവിടെ പകലല്ലേ, സോറി, നമ്മൾ ഇന്ന് രാത്രി കാലം എന്ന് പറഞ്ഞല്ല കേട്ടോ. ഇന്ന് പകൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന് മുമ്പിലേക്ക് മുട്ടുകുത്തി നിന്നിട്ട് ചോദിക്കാം, കർത്താവെ, നിനക്ക് എന്നോട് കരുണയുണ്ടാകണം, എനിക്ക് ആകെ നിന്നെ മാത്രമേ ആഗ്രഹമുള്ളൂ. നിന്നോട് ശരണം ചൊല്ലുന്നവരെ നീ രക്ഷിക്കുന്നുള്ള വാഗ്ദത്വം ഉണ്ടല്ലോ, ആ വാഗ്ദത്വം എന്റെ ഹൃദയത്തിൽ നിന്ന് ഉറപ്പിക്കണം. എനിക്ക് നിന്നെ അല്ലാതെ ആരെയും വേണ്ട എന്ന് പറഞ്ഞു നോക്കി. ആ വാഗ്ദത്വം ഉറപ്പാണ്. ഞാനിത് വേറൊരാളുടെ സാക്ഷ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്റെ സാക്ഷ്യം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, 20 വർഷത്തോളം ഞാൻ സ്വർഗത്തിൽ പോവോ ആർക്കറിയാം എന്നുള്ള രീതി നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വചനം, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കാൻ അവൻ സമ്പന്നനാണ്, അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ രക്ഷിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ അവനെ നിലവിളിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവന്റെ വാഗ്ദത്തത്തിൽ അവിശ്വസിക്കുമല്ലേ? വാഗ്ദത്തത്തിൽ എന്തിനാ ഞാൻ അവിശ്വസിക്കുന്നത്? വിളിച്ചപേക്ഷിക്കുന്നവനെ രക്ഷിക്കാതിരിക്കുമോ ദൈവം? അങ്ങനെയാണ് ആ വാഗ്ദത്തിലൂടെ ആ മനുഷ്യൻ പിടിച്ചു കയറുന്നത്. വലിയൊരു ടീച്ചറാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ടീച്ചറാണ്. ബിക്കോസ് ഗോഡ് ഗീവ്സ് യു ആൻ അഷുറൻസ് ഓഫ് ഇറ്റേണൽ ഗ്ലോറി. അത് കർത്താവിൽ നമ്മളത് പ്രാപിച്ചേ പറ്റുള്ളൂ. അത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും, ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മളെ രക്ഷിക്കും. ആ പ്രത്യാശയാണ് നമ്മളെ ശരിക്കും. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പോലും പ്രത്യാശയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. രക്ഷ പോലും പ്രത്യാശയിലൂടെയാണ്. പ്രത്യാശ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതിനെ അഴിച്ചു കളയുന്നവർ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അഴിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കുക. പന്ത്യകാലത്ത് കർത്താവിന്റെ സഭകളോട് കർത്താവ് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. അപ്പൊ നിങ്ങൾ ഹൂസ്റ്റണിലല്ലേ? എല്ലാവരും ആയിരിക്കില്ല, ഇത് സൂം ആയതുകൊണ്ട്. ഞാനിവിടെ എറണാകുളത്താണ്. പക്ഷെ ശരീരം ഒന്നേ ഉള്ളൂ കർത്താവിന്. ഒരു ശരീരമേ ഉള്ളൂ. അതിനൊരു ലോക്കൽ പ്രാതിനിധ്യമുണ്ട് ലോക്കൽ സഭയിൽ, അതല്ലാതെ ഒരു ആഗോള പ്രാതിനിധ്യമുണ്ട്, അത് അദൃശ്യ സഭയിൽ. ഇങ്ങനെ 2 കാര്യങ്ങളെ ദൈവത്തിനുള്ളൂ. അതിനുള്ള 5-6 ഗ്രൂപ്പ് ചർച്ചകൾ കൂടുന്ന ഒരു ഗ്രൂപ്പ് നല്ല കാര്യമാണ്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടക്കും. പക്ഷെ ഈ കർത്താവിന് അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓരോ സഭകളുടെയും ശുശ്രൂഷകളാണ് കർത്താവിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഓരോ ലോക്കൽ സഭയും വളരെ പ്രധാനമാണ്. കർത്താവിനെ സംബന്ധിച്ചത് കൺമണി പോലെയാണ്. ആ സഭയിലാണോ അവന്റെ വിശുദ്ധന്മാര് നീതീകരിക്കപ്പെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഓക്കെ, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, ഒറ്റ ആത്മാവ്, എല്ലാവർക്കും കർത്താവിന്റെ ആത്മാവ്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവും ആയവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും, ഇപ്പൊ ഇതാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. നമ്മൾ പണിയപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലിക് ഫൗണ്ടേഷൻ ഒന്ന് തന്നെയാണ്. എന്നാൽ ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്ന അറിയാം? എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ സഭയുടെ ഫൗണ്ടേഷൻ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. കൃപ, അത് ചില ആൾക്കാരുണ്ട്, അത് കൃപ വേറെയാ ബ്രദറെ, അത് വേറൊരു തരത്തിലുള്ള, അങ്ങനെ ഇല്ല. എന്ത് കൃപാവരം ആര് വിനിയോഗിച്ചാൽ, ഇത് പ്രോഫറ്റ് ആയാലും പാസ്റ്റർ ആയാലും, പ്രത്യാശ ഇത് തന്നെയായിരിക്കും, വിശ്വാസം ഇത് തന്നെയായിരിക്കും. ഇത് മാറാൻ പറ്റില്ല. വേറൊരു വിശ്വാസം സ്ഥാപിക്കാൻ പറ്റത്തില്ല, വേറൊരു അപ്പോസ്തലിക ഉപദേശത്തിന് അപ്പുറത്ത് വേറൊന്നും സ്ഥാപിക്കാൻ പറ്റില്ല. അത് എന്ത് ശുശ്രൂഷയായാലും സ്ഥാപിക്കാൻ പറ്റില്ല. ആ ഫൗണ്ടേഷൻ അത് അങ്ങനെ തന്നെ കിടക്കണം. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ല, അതിന് മുകളിൽ വേറൊന്നില്ലാൻ ആരെ കൊണ്ടും പറ്റില്ല. അപ്പോസ്തലിക് ഫൗണ്ടേഷൻ ഈസ് ബൈൻഡിങ് ആൻഡ് ഫൈനൽ. അതിന് മാറ്റം വരുത്താനോ തിരിക്കാനോ മറിക്കാനോ അപ്സെറ്റ് ചെയ്യാനോ അതിനെ കോൺട്രഡിക്ട് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ദിസ് ഈസ് ഫൗണ്ടേഷൻ. ഇതിന്റെ മുകളിലാണ് പണി.
ഓക്കെ, ഇതിന്റെ മുകളിൽ എന്താ ചെയ്യുന്നത്? ഓരോരുത്തർക്കും കൃപാദാനങ്ങളെ നൽകിയിരിക്കുന്നു. അത് എന്തൊക്കെ കൃപാദാനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. 12-ാം വാക്യം, 11-ാമത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കും. ഇത് എവിടെയാ? സഭയ്ക്കകത്ത്. സഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ചർച്ച് കർത്താവ് കുറെ ഓഫീസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫങ്ഷൻസ്. ചിലർ അപ്പോസ്തലന്മാരാണ്, ചിലർ പ്രവാചകന്മാരാണ്. അന്നത്തെ പശ്ചാത്തലത്തിൽ അപ്പോസ്തലന്മാരുണ്ട്. നിങ്ങൾ ഇന്നില്ലെന്ന്. ഇന്ന് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ചില അർത്ഥത്തിൽ അപ്പോസ്തലൻ നമുക്ക് വേണേൽ പറയാം. ഉദാഹരണത്തിന് അദ്ദേഹം ആഫ്രിക്കയുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ വൻതോതിൽ ശുശ്രൂഷ ചെയ്യുന്ന ആലങ്കാരിക പ്രയോഗമാണ്. അല്ലാതെ കർത്താവിയുടെ അപ്പോസ്തലനായിട്ട് തരുന്നത് അങ്ങനെയല്ല, ആലങ്കാരിക പ്രയോഗം. അങ്ങനെ അപ്പോസ്തലൻ എന്നൊക്കെ പറയാം. അല്ല, അപ്പോസ്തലൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉണ്ടായാൽ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടായാലുള്ളൊരു പ്രശ്നം, അയാളുടെ പ്രസംഗവും അയാളുടെ എഴുത്തുകളും നമ്മൾ ബൈബിളിനോട് കൂട്ടിച്ചേർക്കേണ്ടി വരും. കാരണം അത് ബൈൻഡിങ്. അപ്പോസ്റ്റലിക് ടീച്ചിങ് ഈസ് ബൈൻഡിങ്. ഉദാഹരണത്തിന് ആഭരണം ഇടുന്ന വിഷയം, അതാണല്ലോ കത്തിപ്പിടിക്കുന്ന ഒരു വിഷയം. ഇപ്പൊ ചേസിനോട് ചോദിക്കാം, പുള്ളി ഒരു അപ്പോസ്റ്റലനാണ്. അപ്പോസ്റ്റലാണ് ചോദിക്കാം, ഞാൻ പറയാം ആഭരണം ഇടണ്ട എന്ന് പറഞ്ഞാൽ ഇടണ്ട, ബൈൻഡിങ്. ആഭരണം ഇട്ടോ കുഴപ്പമില്ല, ബൈൻഡിങ്. പക്ഷെ ഞാൻ അപ്പോസ്റ്റലനാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പോസ്റ്റലന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഊരിക്കോ? ഇല്ല, ഊരണ്ട. അത്രേ ഉള്ളൂ. അപ്പോസ്റ്റലന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അല്ലാതെ പുതിയൊരാൾക്കൊന്നും ഒന്നും പുതുതായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അപ്പോസ്റ്റലന്മാരില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ബൈബിൾ ഈസ് സഫിഷ്യന്റ് ആൻഡ് കംപ്ലീറ്റ്. ഇതിനകത്തൊന്നും നമുക്ക് ചേർക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ പ്രൈമറി റെവലേഷൻ ഈസ് ഓവർ. ആ അർത്ഥത്തിൽ പ്രോഫിറ്റ്സും തീർന്നു. ഏതർത്ഥത്തിലാ? ഈ ഫൗണ്ടേഷൻസ് തരുന്ന കാര്യത്തിൽ പ്രോഫിറ്റ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള പ്രോഫസി എന്ന് പറയുന്നത് എന്ത് പ്രോഫസി എന്നറിയാം? അത് ആത്മീക വർധനയ്ക്കുള്ള പ്രോഫസി മാത്രമേ പറ്റൂ. അഗബോസിനെ പോലുള്ള പ്രോഫിറ്റ്സിന് പറ്റും. ഈ അഗബോസിനെ പോലുള്ള പ്രോഫിറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് പഴയ നിയമ പ്രോഫിറ്റ്സിനെ പോലെ ബൈൻഡിങ് അധികാരങ്ങളില്ല. അവർ ഹംബിൾ സെർവൻസ്. അവർ പറയുന്നൊന്നും ആരും കേൾക്കില്ല. നീ പൗലോസ് കേട്ടില്ല എന്ന് പറഞ്ഞാൽ പൗലോസിനോട് അങ്ങനെ പോലെന്ന് പറഞ്ഞുമില്ല. പൗലോസ് ഇല്ല, ഗൗരവം എടുത്തു. അഗബോസ് പറഞ്ഞു, നീ പോകുന്ന വഴിക്ക് നിന്നെ പിടിച്ചോണ്ട് പോകും, നിന്റെ കാര്യം പോക്കാണ്, സൂക്ഷിക്കണം എന്നൊന്നും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, നിന്നെ പിടിച്ചോണ്ട് പോകും, അവരെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പൗലോസ് മൈൻഡ് ചെയ്തു. ആ പോയ വഴിക്ക് ഓരോരോ സഭകളിൽ ആൾക്കാരെല്ലാം പറഞ്ഞു, പ്രശ്നമാണ് പൗലോസെ. എല്ലാരും കരയാനും തുടങ്ങി. ഫിലിപ്പോസിന്റെ പെമ്മക്കള്, അവിടെയുള്ള എല്ലാ സഭയിലും പ്രോഫറ്റ്സ്. പക്ഷെ പൗലോസ് മൈൻഡ് ചെയ്തു. പഴയകാലത്ത് അങ്ങനല്ല കേട്ടോ. പഴയകാലത്ത് പ്രോഫറ്റ് പറഞ്ഞാൽ ദൈവം പറഞ്ഞ പോലെയാ. പൗലോസ് എന്താ മൈൻഡ് ചെയ്യാന്നറിയോ? പൗലോസിനോട് ഇവരാരും പോകരുതെന്ന് പറഞ്ഞില്ല. അപകടം ഉണ്ടാവും, മരിക്കുന്നേ പറഞ്ഞു. ആ കർത്താവ് പറയിപ്പിച്ചതോ. പക്ഷെ പോകണോ വേണ്ടയോ തീരുമാനിക്കുന്ന അഗബോസ് അല്ല. അത് പഴയ നിയമം. എല്ലാവർക്കും അരുളപ്പാടില്ലാത്ത കാലം. അവിടെ പ്രോഫറ്റ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. പൗലോസിന് അറിയാം യെരുശലേമിൽ പോയേ പറ്റുള്ളൂ. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ യെരുശലേമിൽ കുറെ ആൾക്കാർ ഇനിയുണ്ട്, അവർ വരുന്നവരെ നീ ആ പട്ടണത്തിൽ തന്നെ കർത്താവ് പൗലോസിനോട് പറഞ്ഞിട്ട് തന്നെയാ പൗലോസ് പോയത്. പക്ഷേ പ്രവാചകന്മാരെ അയച്ചതും കർത്താവാ, അവര് പറഞ്ഞതും സത്യമാ. പക്ഷെ എന്തിനാ പറഞ്ഞെന്നറിയോ? പൗലോസ് പോണം, പക്ഷെ ഇത് കേട്ടിട്ട് പോണം, പ്രിപ്പയർ ആയി പോണം. പൗലോസ് ഇത്രയും പറയും, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. എന്താ കാരണം? ഈ പ്രവാചകന്മാരത് പറഞ്ഞോണ്ടാ. അവര് പൗലോസിനെ മരണത്തിന് റെഡിയാക്കിയിട്ടാ പറഞ്ഞു വിടുന്നത്. അതിനുവേണ്ടി അവിടെ പ്രവാചകന്മാർ വന്നു. അത് പോണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടി അല്ല കേട്ടോ. ന്യൂ ടെസ്റ്റാമെന്റ് പ്രോഫസിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പരിജ്ഞാനത്തിൽ വളർന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. പ്രോഫറ്റ്സ് നമ്മളെ ക്രിസ്തുവിന്റെ തലയോളം വളരാനേ സഹായിക്കൂ. അവൻ ആത്മീക വർധന വരുത്താൻ വേണ്ടി വരുന്നവരാ.
അല്ലാതെ ലോകത്തിന്റെ തീരുമാനങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വരുന്നവരാണ്. പുതിയ നിയമ പ്രോഫസി ഈസ് ആൻ അസിസ്റ്റീവ് മിനിസ്ട്രി. ഇറ്റ്സ് നോട്ട് എ കമാൻഡറിങ് മിനിസ്ട്രി. അതുകൊണ്ട് ഇന്നത്തെ പ്രോഫസീസ് പലതും ഓൾഡ് ടെസ്റ്റാമെന്റ് പോലെയാണ്. ഓൾഡ് ടെസ്റ്റാമെന്റ് പ്രോഫസി കാണാനില്ല സഹോദരങ്ങളെ. We need to confront the reality. ആത്മാവിന്റെ ഫലം എവിടെ? മിനിസ്ട്രീസ് എവിടെ? ശുശ്രൂഷകൾ എവിടെ? കർത്താവിനെ കാണിച്ചു തരുന്നവരെവിടെ? സഭയിൽ വിശ്വാസം എവിടെ? പ്രത്യാശ എവിടെ? ശുശ്രൂഷകരെവിടെ? ഇന്ന് ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ആള് നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ആളാണോ, ഫേമസ് ആണോ? ഇതാണ് മാനദണ്ഡം. എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ സഭയിലെ ചില സഹോദരങ്ങൾ നല്ലപോലെ ഈ പ്രത്യാശയുടെ വചനങ്ങൾ പറയാൻ, രക്ഷയെക്കുറിച്ച് പറയാൻ കഴിവുള്ളവരാണ്. എനിക്കാണെങ്കിലോ ചില ആൾക്കാർ വിളിക്കുമ്പം നോ എന്ന് പറയേണ്ടി വരുന്നത് തിരക്കുമുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. പക്ഷെ വേറൊരാളെ പകരം വിട്ട് അവർക്ക് വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫേമസ് അല്ല, ശരിക്കും സ്പ്രെഡ് ആവൂല ഇത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഇറങ്ങേണ്ടി വരും, അല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ പുതിയ നിയമത്തിലെ പ്രോഫസീസ് ഇന്നും ഉണ്ട്, അഗബോസിന്റേതുപോലുള്ള പ്രോഫസീസ്. അല്ലാതെ ഫൗണ്ടേഷൻ അപ്പോസ്തലന്മാരുടെ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പണിയുന്ന പ്രോഫസി ഇന്നുണ്ടാവും. ആ ഒരു സഭയ്ക്ക് ഫൗണ്ടേഷൻ ഇടുന്ന പ്രോഫസി അല്ല ഇന്നുള്ളത്. ഇന്നുള്ളത് ആത്മീക വർധനയിൽ നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന അസിസ്റ്റീവ് പ്രോഫസീസ് ആണ്. ഈ അസിസ്റ്റീവ് പ്രോഫസീസ് എല്ലാത്തിലും ഉണ്ടാകും. വെളിപ്പെടുത്തലുകൾ, ആത്മീക വർധന വരുത്തുന്നവർ, അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ന്യൂ ടെസ്റ്റാമെന്റ് പ്രോഫസി, ക്രിസ്തുവിന്റെ ജീവനോട് ചേർന്ന് നടക്കുന്ന സംഘങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, ഒരു ക്രിസ്തുവിന്റെ പത്യോപദേശത്തിൽ സ്ഥിരപ്പെടുത്തുന്ന ആത്മീക ശുശ്രൂഷകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ പ്രവാചകൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, അടുത്ത ആരാ? സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഈ സുവിശേഷകൻ എന്തിനാ? ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഞാൻ ഒരു ഉപദേഷ്ടാവായതുകൊണ്ട് അതാണ് കൂടുതൽ ആൾക്കാർക്ക് ക്യാച്ചപ്പ് ആവുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവെ, വേറെ കുറെ ഗിഫ്റ്റുകളുണ്ടല്ലോ, ഇടയ ശുശ്രൂഷ വരവുണ്ട്, ഇവാഞ്ചലിസം ഗിഫ്റ്റ് ഉണ്ട്, ഇതൊക്കെ എപ്പോൾ കിട്ടും, ആര് വരും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ മിഷനുമായിട്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് കുറെ ആൾക്കാർ പോകാൻ റെഡി ആയിട്ടിരിക്കുക, ഏത് അഫ്ഗാനിസ്ഥാനിലോട്ട്, ഇറാഖിലോട്ടും ഒക്കെ 15 ദിവസത്തേക്ക്. അപ്പൊ അവിടെ പോയി അവർ പോയി കഴിയുമ്പോൾ അടുത്ത ബാച്ച് വന്നു കഴിയുമ്പോൾ. അപ്പൊ എന്റെ ഭാര്യയും പോകാൻ വേണ്ടി റെഡിയായി, ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുള്ള കുറച്ച് ചെറിയൊരു ടോക്കൺ എമൗണ്ട് അടച്ചു കഴിഞ്ഞപ്പോഴാണ് പാസ്പോർട്ട് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി. ഒരാളല്ല, കുറെ ആളുകൾ, 60 വയസ്സ് പ്രായമായ അപ്പച്ചന്മാർ തൊട്ട് യൗവനക്കാർ തൊട്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കായിരുന്നു ദൈവം അങ്ങനെ ഒരു അവസരം. ഞാൻ തമിഴ്നാട്ടിലെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് പാസ്റ്റേഴ്സ്, ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കൂട്ടായ്മയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാനിത് ഷെയർ ചെയ്തപ്പോൾ അവര് ഞങ്ങളും കൂടെ വരാം, എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ പോകാൻ പറ്റില്ല, അതിന്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്, അവരെ ചെന്ന് എങ്ങനെ പെരുമാറണം, എന്താണ് അതിന്റെ മാൻഡേറ്റ്, അതൊക്കെ അറിയണം. അപ്പൊ അടുത്ത ക്യാമ്പ് അവിടെ നടത്താം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ശരിക്കും ഇവാഞ്ചലിസം എന്ന് പറയുന്ന ദൈവം അയച്ചിട്ട് പോകേണ്ട, അവന്റെ കൈ പിടിച്ച് നടക്കേണ്ട ഒരു മിനിസ്ട്രി അത്. അവര് പറയുന്നത് ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കപ്പെടും, അപ്പൊ അവസാനം വരും. അപ്പൊ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ പ്രസംഗിച്ചുകൊണ്ടാ. കർത്താവെ ഞങ്ങൾ തീർക്കുക, നീ പെട്ടെന്ന് പോവാ. പ്രത്യാശയുടെ ഭാഗം അത്. കർത്താവെ ഞങ്ങൾ ഈ പണി തീർക്കുകയാണ്, എല്ലായിടത്തും ഞങ്ങൾ ചെല്ലാൻ പോവാം, അവിടെ നീ പെട്ടെന്ന് പോവാ, നിന്റെ വരവ് പെട്ടെന്ന് ആവാൻ വേണ്ടി ഞങ്ങൾ ഓടി നടക്കുവാണ്. ഇവാഞ്ചലിസം. ഈ ഇവാഞ്ചലിസ്റ്റുകളാവാൻ ആർക്കും താല്പര്യമില്ല, പാസ്റ്റർ ആവാൻ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഞാൻ നിങ്ങളുടെ രഹസ്യം പറയാം, ഇവാഞ്ചലിസ്റ്റിന് ഭയങ്കര പവറാണ്. ആ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ശക്തികൾ, ധൈര്യങ്ങൾ, അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അധികാരങ്ങൾ ഇവാഞ്ചലിസ്റ്റുകൾക്കുണ്ട്. ഒന്ന് രോഗം സൗഖ്യമാക്കാനുള്ളത്, മറ്റൊന്ന് ഭൂതങ്ങളെ ഒഴിക്കാൻ. ഇത് രണ്ടും ഇവാഞ്ചലിസ്റ്റിക് ഗിഫ്റ്റുകളാണ്. നിങ്ങളുടെ ഭൂതങ്ങളെ പുറത്താക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കണം എന്നാണ്, അത് കൃപാവരമല്ല.
ഇപ്പൊ ഞാനൊരു ഉപദേഷ്ടാവാണ്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യം ഭൂതങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നത് അധികാരമാണ്, വിശ്വാസിയുടെ അധികാരമാണ്. അത് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കും. പക്ഷെ പ്രത്യേകിച്ച് സുവിശേഷകനെ ചെയ്തേ പറ്റുള്ളൂ. ഒരു വീട്ടിൽ പോകുന്ന അവിടുത്തെ അന്ധകാര ശക്തി നമ്മൾ സംസാരിക്കുമ്പോൾ പോകണം, അല്ലെങ്കിൽ അവരെങ്ങനെ സുവിശേഷം കേൾക്കും? അവർ ബന്ധനത്തിലായിരിക്കും, എങ്ങനെ കേൾക്കും? ഇവാഞ്ചലിസ്റ്റിക് ഗിഫ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പവർ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാനും, രോഗികളെ സൗഖ്യമാക്കാനും, ഭൂതങ്ങളെ പുറത്താക്കാനും, രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാനും ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നു പറഞ്ഞ് കർത്താവ് പറഞ്ഞു വിടുന്നു. ഇറ്റ്സ് വിത്ത് പവർ ദാറ്റ് വി പ്രീച്ച് ടു ദ അൺബിലീവേഴ്സ്. അല്ലാതെ വിശ്വാസികൾ ഇടയ്ക്കുന്ന എവിടെ നിന്ന് ഭൂതത്തെ ഇറക്കാനാ? പാസ്റ്റർമാർക്ക് എന്തിനാ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം? സഹോദരങ്ങളെ, എന്തിനാ? അവിടെ വന്നു ചേർന്നിരിക്കുന്നവർക്ക് ഭൂതം ഇല്ലല്ലോ? ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞ അതൊരു അധികാരമാണ്. എല്ലാവർക്കും ഭൂതങ്ങൾ വന്നാൽ നേരിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ അതിന് പ്രത്യേകിച്ച് കൃപാവരമൊന്നുമല്ല. അതിനൊരു തെളിവ് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ബ്രദറൻ ചർച്ച് ഉണ്ട് ഈ ലോകത്തിൽ. അദ്ദേഹം എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടുകാരനായിട്ടാണ് എന്നെ വിളിക്കുന്നത്. സമയം തീർന്നല്ലേ? അപ്പൊ അദ്ദേഹം വേറൊരു മനുഷ്യനും കൂടെ, ഒരു ബ്രദറും കൂടെ സുവിശേഷം പറയാൻ വേണ്ടി വീട്ടിൽ പോയപ്പോ അവിടെ ഭൂതം കളയും. അപ്പൊ അവർ കൂടെ വന്നയാൾ പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാം, ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കാരണം ഭയങ്കര വയലന്റാ. അപ്പൊ ഈ കൂടെ നിന്ന് ഉപദേശിച്ച് പറഞ്ഞു, ഈ പെന്തക്കോസിലെ പാസ്റ്റർമാര് ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് പറഞ്ഞാൽ പോക്കോളും എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് പേടിയെന്ന് പറഞ്ഞു. നിങ്ങളെ മാറുന്നോന്ന് പറഞ്ഞു. പുള്ളി നേരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞു. അപ്പൊ തന്നെ വിട്ടുപോയി. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സന്തോഷം, ഇതൊക്കെ ഉണ്ടല്ലേ? ഞാൻ നിങ്ങളല്ലേ ഇല്ലെന്ന് പറയുന്നു. ഞങ്ങളില്ലെന്ന് പറയുന്നില്ലല്ലോ. ഇപ്പൊ അവര് ഒരു തരത്തിൽ പറഞ്ഞ ബ്രന്തിക്കോസ്തുകാരാ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം അനുഭവങ്ങൾ അങ്ങനെ. അത് ഈവാഞ്ചലിസ്റ്റിക് ഗിഫ്റ്റുകളാണ്. അത് കർത്താവ് നമ്മുടെ ഒരു വീട്ടിലോട്ട് പറഞ്ഞു വിട്ട്, ഒരു ദേശത്തേക്ക് പറഞ്ഞു വിട്ട്, അവിടെ തീർച്ചയായിട്ടും അവർ അവിശ്വാസികളാണെങ്കിൽ അവിടെ കർത്താവിന്റെ പ്രവൃത്തികൾ ഉണ്ടാകും. നോർത്ത് ഇന്ത്യ ചെന്നാൽ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഇടയിൽ അതിന്റെ ആവശ്യമില്ല, വിശ്വാസികളുടെ അതിന്റെ ആവശ്യമില്ല. വിശ്വാസികളുടെ ഇടയിൽ കർത്താവ് പിന്നെയും അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ മയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അടയാളമായിട്ടാണ് കർത്താവ് ചെയ്യുന്നത് വിശ്വാസികളുടെ മുമ്പിൽ. അപ്പൊ ഈവാഞ്ചലിസ്റ്റുകൾ ഉണ്ടാകണം. അത് കർത്താവ് ഉണ്ടാക്കിയെങ്കിലും ഉണ്ടാവുള്ളൂ. അവൻ കൃപാദാനങ്ങളെ നൽകുന്ന അവന്റെ ഇഷ്ടത്തിന്. അതുപോലെ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇവരെല്ലാരും കൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട് സഭയ്ക്കകത്ത്. ആ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷയാണ് ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്നത്. നമ്മൾ നോക്കിക്കേ, ഇന്ന് ചർച്ചകളിൽ ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളുടെ സ്ഥാനം വളരെ കുറഞ്ഞു വരികയും ഈ ഉപദേഷ്ടാക്കന്മാരെല്ലാം ബൈബിൾ കോളേജിലെ ട്രെയിനിങ്ങും തിയോളജിയും പഠിച്ച് ഗ്രീക്കും ഹീബ്രുവും തട്ടിവിട്ട് അവരൊരു അക്കാഡമിക് ലെവലിൽ ഇതെല്ലാം പഠിപ്പിച്ച് തല വലുതാക്കി, ശുശ്രൂഷകരെല്ലാം ലോകത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേഷനും കൺട്രോളും കണക്കെഴുത്തുമായി മാറി ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരു വഴിയുമില്ലാതായി പോയ അവസ്ഥ. ഞാൻ ഒരൊറ്റ വാക്യം പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ, ബാക്കി പ്രഹരങ്ങൾ നാളെ. മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട്. അവിടെ അച്ഛന്മാര് നടത്തുന്ന ഒരു ചർച്ച, ഒരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കും. അതിനൊരു കുന്നുമേലച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അച്ഛനല്ല, ഇപ്പം യാക്കോബായിലെ അച്ഛന്മാരായിരുന്നു. ഇവര് എല്ലാവരും സ്നാനപ്പെട്ട് വേർപെട്ട ഒരു സഭയുണ്ടായി. അപ്പം ആ അച്ഛൻ എന്നോട് ഒരു 2 വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. ഞാനവിടെ പ്രസംഗിക്കാൻ പോയപ്പം, ഞങ്ങള് യാക്കോബയിൽ നിന്ന് പോരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ദൈവഭയമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വചനം സംസാരിക്കുകയും എപ്പോഴും വചനം ധ്യാനിക്കും. എന്നിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരാൻ വേണ്ടി കാത്തിരിക്കും. അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥനയും ബൈബിൾ വായനയും ധ്യാനമായിട്ടിരുന്നു. ഇപ്പൊ സഭയായി, ഇഷ്ടംപോലെ സഭകളായി. അപ്പൊ ഇപ്പോഴത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കൊടുക്കണോ, അക്കൗണ്ട് എങ്ങനെയുണ്ട്, കെട്ടിടം പണി എവിടം വരെ ആയി, ഫണ്ട് കളക്ഷൻ എങ്ങനെയായി, ഇങ്ങനെ ആയി ഞങ്ങൾ ഓടി ഓട്ടം വേറൊരു ഓട്ടമായി മാറും ഇപ്പം. പുള്ളി പറയുക. അതുകൊണ്ട് ആലോചിക്കേ, ഇന്ന് മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റാ, ആത്മാവിന്റെ ശുശ്രൂഷയല്ല. ഇന്ന് നല്ല മാനേജർമാരെയാണ് നമ്മൾ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ആത്മാവിന്റെ ശുശ്രൂഷയല്ല. കേൾപ്പാൻ ചെവിയുള്ള കേൾക്കട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചർച്ചിലെ വിശ്വസ്തരായ CA-യും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച പിള്ളേരെ വിളിച്ചിട്ട് ഈ പണിയെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ പിന്നെ സുശേഷയിലായിട്ട് ഇറങ്ങിയേക്ക് വന്നു. സ്തോത്രം. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. എന്റെ ദൈവമേ, ഇത് എല്ലായിടത്തും ഉൾക്കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പാസ്റ്റർമാരെങ്കിലും രക്ഷയുടെ ഉറപ്പ് പ്രാപിച്ചു. ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ വ്യവഹാരമായിട്ട് നടന്ന കർത്താവ് വന്നാൽ പോവുമോ, ഇനി വരുവോ എന്ന് പോലും സംശയിക്കുന്ന പാസ്റ്റർമാർ നമ്മുടെ ചുറ്റും പെരുകിക്കൊണ്ടിരിക്കാനുള്ള കാരണം പണി മുഴുവൻ ലോകത്തിൻ്റെതായി പോയതുകൊണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഇത്തിരി വേദനയോടെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. പക്ഷെ നമ്മുടെ സമയം ഇല്ല.
ഈ വേദന കർത്താവ് നിങ്ങളിലേക്ക് പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അസൂയയോടെ കാംക്ഷിക്കുന്നു. അവൻ ആത്മാവിനെ തന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം വേദനിക്കുന്നു. അന്ത്യകാലത്തെ കർത്താവിന്റെ വേദനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇസ് വെയിറ്റിംഗ് ഫോർ us, but we see his tears. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ നിർത്തിയോണ്ട് ബാക്കി നാളെ നമുക്ക്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കൃപ ഞങ്ങളെ വീണ്ടെടുത്തു. കർത്താവ് അങ്ങയുടെ മുമ്പിൽ നിർത്തി അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്നു. എത്രയോ വിലയേറിയ നിക്ഷേപങ്ങളാൽ ഞങ്ങളെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങേ തന്നെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ വിലയേറിയ അവകാശങ്ങളിലേക്ക് നടക്കാതെ ഞങ്ങൾ വ്യതിചലിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ചുറ്റും ആളുകൾ ഞങ്ങളെ നോക്കി വേദനിക്കുമ്പോൾ, ക്രിസ്തുവിനെ കാണാതെ കർത്താവെ അവർ ഇരുട്ടിൽ തപ്പുമ്പോൾ, ഞങ്ങളിലുള്ള വലിയ വെളിച്ചത്തെ അത് ഇരുൾ വിഴുങ്ങുമ്പോൾ, കർത്താവെ, ലോകത്തിലെ അന്ധകാരം എത്ര വലുതായി മാറുന്നു നിങ്ങൾ കാണുന്നു. കർത്താവെ, അങ്ങയുടെ ജനം അങ്ങയിലേക്ക് നോക്കി എഴുന്നേക്കുവാൻ, അങ്ങയുടെ പ്രകാശത്തിനായി ദാഹിക്കുവാൻ, കർത്താവെ, അങ്ങയുടെ തേജസ്സിലേക്ക് ഓടുവാൻ ദൈവമേ അങ്ങ് കരുണ കാണിക്കണമേ. അങ്ങയോട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.